രക്ഷിച്ചു എന്നാ പറഞ്ഞു. ഒരു അവതാരം സ്വീകരിച്ചിട്ട് രക്ഷിച്ചു എന്ന് പറയുമ്പോൾ ധാരാ കേൾക്കുന്നത് പരീക്ഷത്തല്ലേ. പരീക്ഷത്തിന് കൗതുകം തോന്നിയെന്നാണ്. അയ്യോ, ഇതിങ്ങനെ ചുരുക്കിയിട്ട് ഒരു ശ്ലോകത്തിൽ പറഞ്ഞാൽ പോരാ, വിസ്തരിച്ച് കേൾക്കണം. അസുരന്മാരോടുള്ള സ്നേഹം നേരത്തെ കണ്ടു കഴിഞ്ഞു പ്രഹ്ലാദ ചരിത്രത്തിലൂടെ. ഇപ്പോ കാട്ടുമൃഗത്തെ രക്ഷിക്കാൻ ഒരു അവതാരം എടുത്തിരിക്കുന്നു അല്ലേ. അപ്പോഴത് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടായതിൽ തെറ്റുണ്ടോ? ഇല്ല. അങ്ങനെയാണ് ഇത് വിസ്തരിച്ച് പറയണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെയും മുതലയുടെയും ഒരു കഥയായിട്ട് മാറും ഗജേന്ദ്രമോക്ഷം. നമുക്കിന്ന് സമയമൊന്നും വൈകില്ല. ഒരു 10 മിനിറ്റ് ഇതിനും 10 മിനിറ്റ് വാമനാവതാരത്തിനും കൂടെ നീക്കി വെച്ചാൽ വീണ്ടും വായിക്കാൻ തുടങ്ങാം. അങ്ങനെ പോകും. 5 മണിക്ക് മുമ്പേ ചായക്ക് നിർത്തുന്ന സമയത്ത് കൃഷ്ണാവതാരത്തിൻ്റെ നിവേദ്യം കഴിക്കാം. സപ്താഹം പലതരത്തിലല്ലേ അല്ലേ. ഇതല്ല വേറൊരു സമ്പ്രദായത്തിലാണെങ്കിൽ രാവിലെ പാരായണം തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സമയം പാരായണം ചെയ്തിട്ട് നിർത്തുക, കാപ്പി കുടിക്കുക. 6:30 ശേഷം തുടങ്ങിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞാൽ 12-12:15 വരെ ത്രൂ ഔട്ട് വായിക്കുക. പിന്നെ പോയിട്ട് കിടന്നുറങ്ങണം. നിർബന്ധമാണ് ഉറക്ക്. ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് സപ്താഹം വെച്ചതെന്ന് തന്നെ തോന്നും. അത് കഴിഞ്ഞ് വൈകുന്നേരം 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ആ കഥ മുഴുവൻ പറയുക. മാർച്ച് മാസത്തിൽ പരീക്ഷയ്ക്ക് 2 ആഴ്ച മുമ്പേ പാഠം തീർക്കുന്നത് പോലെ ഇങ്ങനെയും സപ്താഹമുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സപ്താഹങ്ങൾ നമ്മളും കണ്ടിട്ടുണ്ട് എന്നർത്ഥം. പക്ഷേ ഹേർട്ട് ടു ഹേർട്ട്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നെടുക്കാനുള്ളതാണ് ഭാഗവതമെങ്കിൽ അത് നമ്മൾ അതിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ആസ്വദിക്കണം. നമ്മുടെ ആ തലത്തിലേക്ക് എത്തിച്ചേരും. ആ മന്വന്തരത്തിലേക്ക് നമ്മൾ കിടക്കും. ആ പൊയ്കയിലേക്ക് നമ്മൾ പോകും. മാനസികമായിട്ടുള്ള ഒരു അനുഭവം നമുക്കുണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം, ഈ ഭാഗവത കഥയുടെ ഉദ്ദേശം. അല്ലെങ്കിൽ കഥയുടെ ആവശ്യമില്ല, വായിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ വൃന്ദാവനത്തിൽ പോകുന്നർത്ഥം. നാളെ അമ്പാടിയിലുണ്ടാകും, വ്രജഭൂമിയിലുണ്ടാകും, ഗോപികമാരുടെ പൂജയിൽ പങ്കെടുക്കും. അങ്ങനെ നമ്മൾ ഒപ്പം തന്നെ സഞ്ചരിക്കുകയാണെങ്കിൽ അതാണ് ഭാഗവതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നിവിടെ കാണിച്ചു തരികയാണ്. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ? അങ്ങനെ വേണം. അതിനാണ് വർഷത്തിലും സപ്താഹം നടത്തുന്നത്. മാനസികമായിട്ട് നമ്മൾ ആ തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇത് ലോകത്തിൽ 1ാമത്തെ തീർത്ഥമാണ്. തീർത്ഥം എന്ന് പറഞ്ഞാൽ വെള്ളം എന്നുള്ള അർത്ഥമൊന്നുമില്ല കേട്ടോ. നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. വെള്ളം കിട്ടിയാൽ അപ്പോൾ കുടിക്കണമെന്നും ധരിച്ചിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ നമ്മുടെ ഒരു ശീലമായി മാറിയതാണ്, യാന്ത്രികത കൊണ്ടാണ്. ശരിക്കും തീർത്ഥം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്നതാണ്. ഇപ്പോഴും ഇവിടെ ഏറ്റവും വലിയ തീർത്ഥമാണിത്, ഭാഗവത തീർത്ഥം. ഇത് നമ്മളെ ശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ ഇത് തീർത്ഥമാണ്. സജ്ജന തീർത്ഥം കേട്ടിട്ടില്ലേ? ഇതൊക്കെ തീർത്ഥങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീമദ് ഭാഗവതം എന്തു ചെയ്യുന്നു? ലോകത്തിൽ കലിയുഗത്തിലെ 1ാമത്തെ തീർത്ഥം. ഗംഗയ്ക്കാണ് 1ാം സ്ഥാനം. പക്ഷേ കലിയുഗത്തിൽ കൃഷ്ണ ഭഗവാൻ പോയതോടുകൂടി, കലിയുഗം ആരംഭിച്ചതോടുകൂടി ലോകത്തിലെ 1ാമത്തെ തീർത്ഥം ഏതാണ്? ഭാഗവത തീർത്ഥമാണ്. മാറ്റം വന്നു. അതുവരെ ചോദ്യത്തിന് ഉത്തരം എന്താ പറയുക? 1ാമത്തെ തീർത്ഥം ഗംഗയാണ്. കലിയുഗത്തിൽ അത് മാറി ഭഗവാന്റെ കഥാതീർത്ഥമാണ് ഇവിടെ പരിലസിച്ചു കൊണ്ടിരിക്കുന്നത്. 4ാമത്തെ മന്വന്തരത്തിൽ ഒരു വിശേഷം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ആ കഥ പറയുന്നത്. താമസൻ എന്നു പേരായിട്ടുള്ള മനുവിന്റെ കാലഘട്ടമാണ് താമസ മന്വന്തരം. ത്രികൂടം എന്നു പേരായിട്ടുള്ള ഒരു പർവ്വതമുണ്ടായിരുന്നു. അതിന് 3 ശൃംഗങ്ങളുണ്ട്, കൊടുമുടികളുണ്ട്. ഈ 3, ഒന്ന് സ്വർണം പോലെയും ഒന്ന് വെള്ളി പോലെയും ഒന്ന് ഇരുമ്പ് പോലെയൊക്കെ ശോഭിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ആ പർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. പർവ്വത സാമീപ്യം തന്നെ എല്ലാം കൊണ്ടും പ്രത്യേകതയുള്ളതാണ്. അതിൻ്റെ താഴ്വാരത്തിലാണ് വരുണന്റെ പൂന്തോട്ടമുള്ളത്. സമുദ്രനാഥനാണ് വരുണൻ. അദ്ദേഹത്തിൻ്റെ ഒരു പൂന്തോട്ടമുണ്ട്. ഋതുമത്ത് എന്നാണ് അതിൻ്റെ പേര്.
ഈ ദേവന്മാരൊക്കെ നല്ല ചൂട് തോന്നുന്ന കാലഘട്ടത്തിൽ ഇവിടെ വരാറുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും യോഗ്യതയുള്ള സ്ഥലമാണ്. അവിടെ നികുഞ്ചങ്ങള്, വള്ളിക്കുടിലുകള്, വലിയ വലിയ വടവൃക്ഷങ്ങള്, അത് പേരൊക്കെ പറഞ്ഞു, മന്ദാരം, പാരിജാതം തുടങ്ങിയിട്ടുള്ള അനേകം വൃക്ഷങ്ങൾ, ഫലവൃക്ഷങ്ങൾ, നാരകം, ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള അതൊക്കെ നിറഞ്ഞിട്ടുണ്ട്. താഴ്വാരത്തിലോട്ടെത്തുമ്പോഴേക്കും അവിടെ ധാരാളം പൊയ്കകൾ, താമര പൊയ്കകൾ, അതും വിശേഷമാണ്. ഈ താമര പലതുകൊണ്ടും വിശേഷമാണ്. താമരയുടെ പൂമ്പൊടി ഏറ്റു കഴിഞ്ഞാൽ അത് ഔഷധമാണ്. താമരയുടെ തണ്ട്, താമര നൂല്, താമര ഇല എല്ലാം വിശേഷപ്പെട്ടതാണ്. നവീകരണ കലശത്തിന് ഉണങ്ങിയതായാലും ഇതൊക്കെ വേണ്ടിവരും. താമര വളയൊക്കെ അത്രയും ശ്രേഷ്ഠമാണ്. അങ്ങനെയുള്ള താമരകൾ ധാരാളമുള്ള വിശേഷപ്പെട്ട തടാകങ്ങൾ അവിടെ ധാരാളമുണ്ട്. ഈ തടാകങ്ങളിലുള്ള ജലത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഔഷധ വീര്യങ്ങളുള്ള വൃക്ഷങ്ങളുടെ വേരിലൂടെ ഊറി വരുന്ന അപരിശുദ്ധമായ വെള്ളമാണ്. ഇതിത്തിരി സേവിച്ചാൽ, അതിൽ കുളിച്ചാൽ തന്നെ അസുഖങ്ങളൊക്കെ മാറും. ഇങ്ങനെയൊക്കെയുള്ള യോഗ്യതകളുള്ള ആ പൂങ്കാവനം ഒക്കെ നിറഞ്ഞിരിക്കുന്ന പർവ്വത, ഇതിൻ്റെ വിശേഷണങ്ങളാണ് ഇതിലിതാ വർണ്ണിച്ചിരിക്കുന്നത്. ഇവിടെ തത്രൈകതാ തദ്ഗിരികാനനാശ്രയ കരോയേണുഭിർവാരണയോധപശ്ചരൻ. അവിടെ ആ കാട്ടില്, അവിടെയുള്ള കാട്ടില് ഒരു ആന സമൂഹത്തോടു കൂടി താമസിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിച്ചത്. ഈ ആന, ആ കാട്ടിലൊരു വലിയ കൊമ്പനാന ഉണ്ടായിരുന്നു. ഈ കൊമ്പനാനയുടെ പ്രത്യേകത എന്താണെന്ന് പറയും, 10,000 ആനയുടെ ബലം കൊടുത്തിട്ടുണ്ട് ആനയ്ക്ക് ഈശ്വരൻ. എന്താണെന്നറിയില്ല, ചില ആനയ്ക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട്. തലയെടുപ്പ് കൂടുതലായിരിക്കും, യോഗ്യതകൾ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഒരു ആന, ആ ആന മാത്രമാണോ? അല്ല, അതിൻ്റെ പിടിയാനകള്, കുട്ടികളാകുന്ന ആനകള്, സുഹൃത്തുക്കളാകുന്ന ആനകളൊക്കെ കൂടി, ഈ ആനകൾ എപ്പോഴും സമൂഹമായിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ അവിടെ താമസിച്ചിരുന്നു. ഇതുപോലെ ചിലപ്പോൾ മറ്റുള്ള കാടുകളിലൊക്കെ താമസം ഉണ്ടാവും, പക്ഷെ അതൊന്നും എടുത്തു പറയാൻ പറ്റില്ല. ഇത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കാട്ടിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഇതിന്റെ യോഗ്യത എന്താണെന്നറിയോ? ആ കാട്ടില് സിംഹമുണ്ടല്ലോ, രാജാവാണ്. സിംഹം ഈ ആനയുടെ മണമടിച്ചാൽ, ചൂരി അടിച്ചു കഴിഞ്ഞാൽ പേടിച്ച് ഗുഹയിൽ പോയി ഒളിക്കുന്ന പറഞ്ഞത്. അപ്പോഴിനി ആ കാട്ടിൽ ആർക്കെങ്കിലും വേറെ പേടിയില്ലാതെ ഉണ്ടാവോ? ഇല്ല. ഈ ആനയെ പേടിച്ചിട്ടാണ് എല്ലാവരും കഴിഞ്ഞുകൂടുന്നത്. അത്ര കേമനാണ് ഈ കൊമ്പനാന. ഈ കൊമ്പനാനയുടെ കൂടെ എപ്പോഴും ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ. ചെറുപ്പക്കാരായിട്ടുള്ള ആനകൾ, അങ്ങനെയല്ലേ, കൂട്ടുകാർ ഒപ്പം തന്നെ ഉണ്ട്. എല്ലാവരും കൂടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. എന്താ, നമുക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയേണ്ട താമസം പനയുടെ കൊമ്പല്ല. എന്താ, പനയ്ക്ക് കൊമ്പൊന്നും ഉണ്ടാവില്ല, അതിൻ്റെ ഇത് വെട്ടിയെടുക്കാൻ വേണ്ടി. ഇതൊന്നും പറ്റില്ലല്ലോ, അതങ്ങ് മറിച്ചും കിട്ടുകളി. വേണ്ടത്ര കഴിക്കുക, ചവിട്ടി മെതിച്ച് കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. വലിയ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് തമാശയായിട്ടൊന്ന് കയറി പിടിക്കും ഇദ്ദേഹം. എന്നിട്ട് പിടിച്ചിട്ടൊരു അട്ടലാട്ടിയിട്ട് മറിച്ചിടും. പക്ഷികളൊക്കെ നിലവിളിക്കും. ഇങ്ങനെ ആ കാട്ടില് ഈ ആൾക്ക് എതിരാളിയില്ല. ഈ ആളെന്ന് പറഞ്ഞത് ആരെയാണെന്ന് മനസ്സിലായില്ലേ? ഈ ഗജേന്ദ്രൻ എന്ന ആനയാണ്. ഗജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു പേരാണോ? അല്ല, ആനകളുടെ ഇന്ദ്രനേ അർത്ഥമുള്ളൂ. ഈ ആനകളുടെ നേതാവ്, അത്രേ അർത്ഥമുള്ളൂ. ഇപ്പോൾ പേരൊന്നുമില്ല. അപ്പൊ നമ്മളൊരു പേര് വിളിച്ചിരിക്കുന്നു. കഥ പറയണമെങ്കിൽ ഒരു പേര് വേണം. പണ്ട് കണക്കിലൊക്കെ കേട്ടിട്ടില്ലേ, സംഖ്യയൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല, എക്സ് വൈ ഒക്കെ ഇടുന്നില്ലേ? അതുപോലെ വിചാരിച്ചാൽ മതി. ഗജേന്ദ്രൻ എന്നാണ് ഇനി പേര് പറയുക ഈ കഥ കഴിയുന്നവരെ. അങ്ങനെ ഈ ഗജേന്ദ്രനും കൂട്ടുകാരും സഞ്ചരിക്കുന്നു. ഈ കാട്ടില് എന്നെ ഒരു ചുക്കും ആർക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള അഹംഭാവം നമ്മൾ പറയാറില്ല സാധാരണ. എനിക്കിതൊന്നും ഒരു വിഷയമല്ല, എന്നെ എതിർക്കാൻ ഒരാളും ഇല്ല എന്നുള്ള അഹംഭാവം ഇല്ലവരില്ലേ? അതുപോലെ ഗജേന്ദ്രനും അങ്ങനെയാണ് കഴിഞ്ഞുകൂടിയത്. പിന്നെ പന്നികളായാലും മറ്റുള്ള പോത്തുകള്, കാട്ടുപോത്തുകള് എല്ലാം ഗജേന്ദ്രൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഓടി ഒളിക്കുകയാണ്. അങ്ങനെ ഓരോരോ പൊയ്കയിലേക്ക് പോവുക, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ പോവുക, ഒപ്പം കൂടുക, ഇങ്ങനെ സുഖമായിട്ട് കഴിയുകയാണ്.
ഒരു വേനൽക്കാലത്ത് കുറച്ച് നല്ല ചൂടുള്ള സമയത്ത് പനമ്പട്ട ധാരാളം കഴിച്ചു. ഈ കൂട്ടുകാരൊക്കെ ഒപ്പം തന്നെ ഉണ്ടാവും കേട്ടോ രാവിലെ. ഇനി അത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. രാവിലെ ആയി ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടും കൂട്ടുകാരും ഒക്കെ. പിന്നെ പിടിയാനകളും കുട്ടികളും ഉണ്ടാവും. അതെന്താ സൗകര്യം എന്നറിയോ? നമുക്ക് ആഹാരത്തിന് വേണ്ടി പണിയെടുക്കണ്ട, അന്വേഷിച്ച് പോകണ്ട എന്ന് പറയുമ്പോൾ ഒരാൾ എടുക്കുന്ന കിട്ടുമെന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ കൂടും. വെറുതെ കിട്ടുന്നുണ്ടെങ്കിൽ ഇല്ലേ കൂടും. പിന്നെ അദ്ദേഹം കേമനാണെങ്കിൽ ആളുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ഒരു കാര്യം ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നത്, കഥയുടെ തുടക്കത്തിലേ പറയുകയാണ്, ഇതൊക്കെ സുഖവും കേമത്വവും അധികാരവും ഉള്ളപ്പോഴേ ഉണ്ടാവുള്ളൂ എന്നൊന്ന് ഓർമ്മിക്കണം. സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. ഖഗങ്ങൾ മാവിൽ പെരുകും വസന്തേ, വരാ ശരത്തിങ്കലവ ഒന്നുപോലും. അർത്ഥം മനസ്സിലായില്ലേ? ധാരാളം സഖിമാരൊക്കെ സുഖമുള്ളപ്പോഴുണ്ടാകും, സുഹൃത്തുക്കള്, ബന്ധുക്കള്. ഈ ആനയുടെ കൂടെ തിന്നാനും കുടിക്കാനും വലിക്കാനും, ആന എന്ന് പറയുമ്പോൾ മരം വലിക്കുകയൊക്കെ പതിവുണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചാൽ മതി. തിന്നാനും കുടിക്കാനും ഒക്കെ ആളുകൾ എപ്പോഴും ഉണ്ടാവും. ഇത് എല്ലാവർക്കും ബാധകമാണെന്ന് ഗജേന്ദ്ര മോക്ഷം പറഞ്ഞു തരുന്നു. മാവിൽ ധാരാളം മാങ്ങയുണ്ടെങ്കിൽ അണ്ണാരക്കണ്ണനും പക്ഷികളും താഴെ പട്ടികളും കുട്ടികളൊക്കെ കൊണ്ട് സജീവമായിരിക്കും. മാങ്ങയില്ല, എല്ലാം കഴിഞ്ഞു തോന്നിയാലോ, വരാ ശരത്തിങ്കലവ ഒന്നുപോലും, ഒന്നും ഉണ്ടാവില്ല ശരത്കാലത്ത്. മാവിന് സ്വസ്ഥതയുണ്ട് എന്ന് പറയുന്നു. മാവിനോട് ചോദിച്ചപ്പോഴെന്താ ഏറ് കിട്ടുന്നില്ല. അവസാനം ഒരു മാങ്ങ ഉണ്ടായിരുന്നു, ആ സമയത്തും എനിക്ക് കുറേ ഏറ് കിട്ടിയതിനുള്ളിലായതുകൊണ്ട് അതും കൂടി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സ്വസ്ഥതയുണ്ട് കേട്ടോ എന്നാ മാവ് പറയുന്നത്. മനസ്സിലായില്ലേ? ഫലം ഉണ്ടെങ്കിൽ ഏറുണ്ടാവുള്ളൂ. ആവട്ടെ. ഇങ്ങനെ ഗജേന്ദ്രൻ കഴിഞ്ഞുകൂടിയ കാലഘട്ടത്തിലാണ് ഒരു ദിവസം പനമ്പട്ടിയൊക്കെ കഴിച്ചു. വിശപ്പും തീർന്നു, ദാഹം പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല. നല്ല വെള്ളം ഉള്ള ഭാഗത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഈ ആനകൾക്കൊരു സ്വഭാവമുണ്ട്, അതിൽ കുറേ സമയം ഇങ്ങനെ കിടക്കുക, വെള്ളം കോരി തേവ്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. മനസ്സിലാക്കിക്കോളൂ. ജലക്രീഡ ചെയ്യും. ഒരു 2-3 മണിക്കൂറൊക്കെ അതിൽ വീണ് ഇതൊക്കെ കളിച്ചു കഴിഞ്ഞാലൊക്കെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ കയറി പോവുകയും ചെയ്യും. അങ്ങനെ പുതിയൊരു താഴ്വാരത്തിലുള്ള പുതിയൊരു താമരപ്പൊയ്കയിലേക്കാണ് പുറപ്പെട്ടത്. വിശാലമായ താമരപ്പൊയ്ക, ധാരാളം താമരയുണ്ട്. ഈ താമര ഉണ്ടെങ്കിൽ അർത്ഥം എന്താണെന്ന് അറിയുക, അടിയിൽ നല്ലതുപോലെ ചെളിയുണ്ട്, ചേറുണ്ട് എന്ന് അർത്ഥം. താമരയുടെ പേരെങ്ങനെയാണല്ലോ, താമര എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല, പങ്കജം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. എന്താണ് പങ്കജം എന്ന് പറഞ്ഞാൽ പങ്കത്തിൽ നിന്ന്, ചെളിയിൽ നിന്ന് ജനിച്ചത്. ചെളി കുറവാണെങ്കിൽ അവിടെ താമര ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഗജേന്ദ്രനെ അറിയാം. എല്ലാവരും കൂടി അവിടെ എത്തി, കുട്ടികളും പിടിയാനകളും ഒക്കെ ഉണ്ട്. കരയിലെത്തിയപ്പോൾ ഇറങ്ങണ്ട ഇതിലേക്ക്. പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കൊന്ന് സംശയിച്ച് നിൽക്കുമല്ലോ. അപ്പോൾ ഗജേന്ദ്രൻ പറഞ്ഞു, അതാ നിങ്ങളൊന്നും ഇറങ്ങണ്ട ആദ്യം കേട്ടോ, ഞാൻ ആദ്യം ഇറങ്ങാം. എനിക്കും പരിചയമൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റട്ടെ എന്ന്, കാരണം നിങ്ങളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഗജേന്ദ്രൻ ആദ്യം ഇറങ്ങി. ഇന്നാണെങ്കിലോ ഈ ആനയുടെ നേതാവ് ഇങ്ങനെ, ഇന്നാണ് ഒരു നേതാവ് കുറെ ആളെയും കൂട്ടിയിട്ട് പോയതാണെങ്കിൽ ആരാണ് ഇറങ്ങുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരെ ഇറങ്ങുക? ഇതിലുള്ള ഓരോരുത്തരെയായിട്ട് ഇറക്കും. അവസാനം ഇയാള് വണ്ടിയിൽ കയറിയിട്ട് 140 വേഗതയിൽ ഓടിക്കാനും പറയും, അല്ലേ? അതിൽ കുറഞ്ഞിട്ട് പോകാൻ പാടില്ല എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്, ഇവിടെയൊക്കെ എനിക്കറിയില്ല. അത്രയും വേഗതയിൽ പോവുകയും വേണം. ഇതല്ലേ ഉണ്ടാവുക. ഉത്തമനായ നേതാവിന്റെ ഗുണം കാണിച്ചു മറ്റുള്ളവരെ മുഴുവൻ ആദ്യം ഇറക്കുകയല്ല ഇത്, പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഞാൻ ആദ്യം ഇറങ്ങാം. ശരിക്കും എങ്ങനെയാ വേണ്ടത്? അടിയും പിടികളിലെടുത്ത് ഇവരാണ് മുമ്പിൽ പോകേണ്ടത്. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? പാവപ്പെട്ടവരൊക്കെ അല്ലെ വെട്ടിയിട്ടും നുറുക്കിയിട്ടും പോകും, ഇവരിങ്ങനെ സുഖമായിട്ട് ആഹ്വാനങ്ങളുമായിട്ട് പോകും. ഇതല്ല വേണ്ടത്, നമ്മൾ പഠിപ്പിക്കുകയാണ് ഭാഗവതം. ഉത്തമനായ നേതാവിന്റെ ഗുണമാണ് കാണിച്ചു തന്നത്. ഇദ്ദേഹം ആദ്യം ഇറങ്ങി, അങ്ങ് താഴ്ന്നു പോകുന്നുണ്ട്. പക്ഷെ ഗജേന്ദ്രനല്ലേ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. താഴെ ഇങ്ങനെ ഇറങ്ങി നിന്നു. തുമ്പിക്കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, ഇനി എല്ലാവരും ഇറങ്ങിക്കോളും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിടിച്ചിറക്കിക്കോളാം, മെല്ലെ മെല്ലെ ഇറങ്ങിക്കോളും, ഞാനിവിടെ ഉണ്ടല്ലോ,
ഇവിടെ എല്ലാവരും ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. സകല ആനകളും ഇവിടെ ഇറങ്ങി. പിന്നെ എല്ലാവരും വെള്ളം കുടിച്ചു, തുമ്പിക്കൈയിൽ കോരിയെടുത്തു, അന്യോന്യം തേവി വീണ്ടും മറിഞ്ഞ് ഇങ്ങനെ കുടിച്ചും കുളിപ്പിച്ചും കൊണ്ടങ്ങനെ ജലക്രീഡ ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടി. ആരെപ്പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. വ്യാസനല്ലേ പറഞ്ഞത്? സുപുഷ്കരേണോദ്ധൃതശീകരാംബുഭീനിപായൻ സംസ്നപയൻ യഥാഗൃഹീ. രണ്ട് വാക്കിൽ അവിടെ നമുക്ക് പ്രധാനമായിട്ട് ഓർക്കാനുള്ളൂ. ഒരു ഗൃഹസ്ഥനെ പോലെ. ഗൃഹസ്ഥന്മാരൊക്കെ ഇങ്ങനെയാ ചെയ്യുന്നത് കേട്ടോ. എന്തായത്? കുട്ടികളും കുടുംബങ്ങളും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് രമിച്ചുകൊണ്ട് കുടിച്ചും കുളിപ്പിച്ചും കൊണ്ട് അങ്ങനെ കഴിയുന്നു എന്ന് മാത്രമല്ല, വരാനിരിക്കുന്ന ആപത്തിനെ കുറിച്ച് ചിന്തിക്കാതെ കഴിഞ്ഞുകൂടുന്നു എന്നുള്ളതാണ് യഥാഗൃഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. തനിക്കിനി ഒന്നും ബാധിക്കാനില്ല, എല്ലാം തികഞ്ഞു എന്നുള്ള അഹംഭാവത്തോടുകൂടി കഴിഞ്ഞുകൂടുന്നു. പക്ഷെ ആപത്ത് വന്ന് തൊട്ട് പിന്നാലെ പിടിക്കുമ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെയാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതാണ് ഇവിടെയും യഥാഗൃഹി. ഇവിടെ വരാനിരിക്കുന്ന ഭീമമായ ഒരു ആപത്തുണ്ട്. എന്താണത് അറിയോ? കഥ കേട്ടവർക്കറിയാം. ഒരു മുതലയുടെ പിടിയിൽ പെടുകയാണ്. എന്നാൽ ഈ ഗൃഹസ്ഥന്മാർക്കൊക്കെ എന്താണ് വരാനുള്ളത്? ഈ ഭൗതികതയിൽ ഇങ്ങനെ ലയിച്ച് കഴിഞ്ഞുകൂടുന്ന സമയത്ത്, ഒരു ഈശ്വരനുണ്ടെന്ന് പോലും ഓർമ്മിക്കാതെ കഴിഞ്ഞുകൂടുന്ന സമയത്ത് ഭീമമായിട്ടുള്ള ഒരു ആപത്താണ് മരണമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണമെന്ന് ഭാഗവതത്തിലൂടെ ഈ കഥയിലൂടെ പറഞ്ഞു തന്നു. അങ്ങനെ എല്ലാവരും കുറച്ചിങ്ങനെ കഴിഞ്ഞു, കുളിച്ച് ഇനി പുറപ്പെടാല്ലേ? എന്നാ പുറപ്പെടാന്ന് പറഞ്ഞു. അപ്പോഴും നേതാവിന്റെ ഗുണം എങ്ങനെ കാണിച്ചതെന്നറിയോ? ഇദ്ദേഹം വേഗം കയറി പോവുക, ബാക്കിയുള്ളവർ പിന്നാലെ വന്നോളൂ എന്നല്ല പറഞ്ഞത്. നിങ്ങളെയൊക്കെ പിടിച്ച് കയറ്റിയിട്ടേ ഞാൻ പുറപ്പെടുന്നുള്ളൂ, അവസാനം ഞാൻ കയറിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഇദ്ദേഹം കയറാൻ ഭാവിച്ചു. എല്ലാവരും കരയിലെത്തിയിട്ടു അവിടെ നിൽക്കുകയാണ്. ഇദ്ദേഹം കൂടെ വന്നിട്ട് പോകാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന് എന്താണ് കയറാൻ പറ്റാത്തൊരു വിഷമം, എന്തോ ഒന്ന് വിഷമം കാണുന്നുണ്ട്. പുറത്തറിയിക്കാതെ ഇങ്ങനെ കഴിച്ചു കൂട്ടി എന്നാണ് പറയുന്നത് കുറേ സമയം. എന്താ കയറുന്നില്ലേ? കയറാം, ഞാൻ കയറാം എന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോഴും ഇദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. പക്ഷെ കാലിൽ എന്തോ ഒരു പിടുത്തമുണ്ട്. എന്നാൽ ഒന്നും കൂടി, വലിയ ശക്തി ഉണ്ടല്ലോ, ഒന്നും കൂടി വലിച്ചു നോക്കി. ഈ അട്ട കടിച്ചാൽ അത്രക്കേ ഉള്ളൂ തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഒന്നുകൂടി വലിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങോട്ട് ആരോ വലിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് കുടഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി ഇതൊക്കെ വെള്ളത്തിലാണ് സംഭവം. ചിത്രം വരക്കുമ്പോഴും മുൻകാലിലാണ് മുതല ഉണ്ടാവുക അല്ലെ? ഇത് പിൻകാലിന്മേൽ കടിച്ചാൻ മുതലാന്നാ പറയുന്നത്. മുതല പിടിച്ചു, വലിയ ശക്തിമാനായ ഒരു മുതല കോർത്ത് പിടിച്ചു കേട്ടോ. ഇനി കോർത്തത് എപ്പോഴാ വിടുക? അത്രയും ഭാഗം കിട്ടിയാലേ വിടുള്ളൂ എന്നാണ്. പിടിച്ച് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ കരയിലാണ് വലിയ ജീവി ശക്തനാവുന്നത് ആന, വെള്ളത്തിൽ ശക്തനല്ല. മുതലയാണ് ഇപ്പൊ ഇവിടെ ശക്തനായിട്ടുള്ളത്. മാത്രമല്ല മുതലക്ക് വേറൊരു ഗുണം കിട്ടുന്നുണ്ട്. ശക്തി കൂടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടുന്ന രക്തം ഇതിലൂടെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇദ്ദേഹത്തിന് ശക്തി കുറയാൻ വേണ്ടിയിട്ട് രക്തം വാർന്നു പോയി കഴിഞ്ഞാൽ ആളുടെ കഥ തീരില്ലേ? ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. പക്ഷേ ഏതോ ഒരു ബലത്തില്, അതേതാണെന്ന് പിന്നീട് മനസ്സിലാവുള്ളൂ, ഏതോ ഒരു ബലത്തില് ഇദ്ദേഹം പിടിച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. കരയിലേക്ക് വരുന്നില്ല, പിടിച്ചു നിൽക്കുന്നു. പക്ഷെ ഇഞ്ചിഞ്ചായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് ബലം കൂടുന്നു, ഇതിന് ബലം കുറയുന്നു. പക്ഷെ എന്താ, അനേകം നാളുകൾ, വത്സരം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഈ പിടിവലി കൊണ്ട് വിട്ടുകൊടുക്കുന്നില്ല. നമ്മൾ കമ്പവലി എന്നൊക്കെ പറയാറുണ്ട് ചിലപ്പോഴേ. വലിയ കമ്പ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും. ഈ ബലം ഇങ്ങനെ നിൽക്കും, ബലാബലത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ. പക്ഷെ ഇഞ്ചിഞ്ചായിട്ട് വിട്ടുകൊടുക്കുന്നവര് പിന്നെ തോറ്റുപോവുകയാണ് പതിവ്. ഈ ആനയും മെല്ലെ മെല്ലെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴും കരയിലേക്ക് നോക്കിയപ്പോഴുണ്ടല്ലോ ഈ സുഹൃത്തുക്കളൊക്കെ പോയി ആദ്യം. പിന്നെ ഈ പിടിയാനകളും കുട്ടികളും ഉണ്ട്, അവർക്ക് പോകണമെന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ആക്കിയിട്ട് എങ്ങനെയാ പോവാന്നൊരു സംശയം ആദ്യം ഉണ്ടായി. പക്ഷെ കുട്ടികളെ പറഞ്ഞു വെച്ചു, പിടിയാനകൾ നിങ്ങൾ പട്ടിണി കിടക്കണ്ട, നിങ്ങൾ പോയിക്കോളൂ, ഇനി രക്ഷപ്പെടുമെന്നൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ പിടിയാനകൾ പറഞ്ഞു,
നിങ്ങൾ ഇങ്ങനെ പട്ടിണി കിടക്കല്ലേ, ഞങ്ങൾ പനമ്പട്ട എന്തും കൊണ്ടുവരാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരും പോയി. പിന്നെ അവരും കണ്ടിട്ടില്ല. കാരണം ഇനി ഈ ഗജേന്ദ്രനെ കൊണ്ട് നമുക്ക് ഉപയോഗമില്ല എന്ന് തോന്നുന്ന സമയത്ത് എല്ലാവരും ഉപേക്ഷിച്ചു. ഇനി ആരാ ഉള്ളത് രക്ഷിക്കാൻ? ഉദ്ധരേത് ആത്മനാത്മാനം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സ്വന്തം തന്നെ ഉദ്ധരിക്കേണ്ടുന്ന അവസ്ഥയെ രക്ഷിക്കാൻ വേറെ ആരുമില്ല. ഇവരൊക്കെ സ്ഥലം വിട്ടു, ഇഞ്ചിഞ്ചായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. കഴുത്ത് വെള്ളത്തിലേക്ക് മുങ്ങി, തുമ്പിക്കൈ എങ്ങനെയൊക്കെ കൂടി പുറത്ത് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അറ്റം മാത്രം മുഖം മുഴുവനും മുങ്ങാറായി. കണ്ണിന് സമീപം വരെ വെള്ളം എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം മസ്തിഷ്കത്തിൻ്റെ മസ്തകമില്ലേ, അതും തുമ്പിക്കൈയുടെ അറ്റം മാത്രം പൊങ്ങി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അധികം താമസമുണ്ടോ? മുങ്ങാൻ വേണ്ടിയിട്ടില്ല. മുങ്ങിക്കഴിഞ്ഞാൽ തീർന്നു. കരയിലെ ജീവിയാണ്, വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ തീർന്നു. ഈ അന്ത്യ നിമിഷത്തിൽ ഇദ്ദേഹത്തിന് എന്തോ ഒരു ചിന്ത വന്നു, ഇനി എനിക്ക് ഇങ്ങോട്ടില്ലല്ലോ. ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഉള്ളിലൊരു തോന്നൽ തോന്നി, എന്തോ ഒരു തെളിച്ചം കിട്ടി. മുൻ ജന്മത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ പെട്ടെന്ന് ഓർമ്മ വരികയാണ്. അത് ഓർമ്മ വന്നതോടുകൂടി മനസ്സിലായി, ഇനി എനിക്കതേ രക്ഷയുള്ളൂ. ജഗദേക ബന്ധു. ഇപ്പോഴ് ബന്ധു ആരാണ്? ഈ ഭഗവാൻ മാത്രമാണ് എന്നൊരു തോന്നൽ തോന്നി. അപ്പോഴാണ് ഗജേന്ദ്രന് പൂർവ്വജന്മസ്മൃതി ഉണ്ടായി. ആ ജന്മത്തിൽ പൂർത്തിയാക്കാൻ പറ്റാത്തതിന് വേണ്ടി വീണ്ടും ഒരു ജന്മം കിട്ടിയതുപോലെ ഗജേന്ദ്രൻ പരബ്രഹ്മത്തെ സ്തുതിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സമയത്തുള്ള തോന്നലുകളാണ് രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. അവസാനത്തെ രംഗം എന്താണ്? മുതലയാകുന്ന കയറ് കൊണ്ട് തന്നെ ബന്ധിച്ചിരിക്കുകയാണ്, എനിക്കിനി രക്ഷയില്ല. പിന്നെ അത് മാത്രവുമല്ല, ഇവിടെ വേറൊന്നും കൂടി ചിന്തിക്കാനുണ്ട്. അതായത് ഈ കാട്ടില് എനിക്കൊരു ചുക്കും പേടിക്കാനില്ല, എനിക്കാരെയും പേടിയില്ല എന്ന് വിചാരിച്ച ഗജേന്ദ്രൻ ഇപ്പോഴെന്താ വിചാരിക്കുന്നുണ്ടാവുക അല്ലേ? ഇപ്പോഴും മനസ്സിലായി, ഇത് ഇവരൊക്കെ പോയി, എല്ലാവരും വിറപ്പിച്ച ഭാവമൊക്കെ പോയി. ഗജേന്ദ്രന്റെ ബലം മുഴുവനും തീർന്നു. 10,000 ആനയുടെ ബലവും പോയി, എല്ലാം പോയ സമയത്താണ് ഏത് വന്നത്? ഈശ്വര സ്മരണയുണ്ടായത്. അന്തേ നാരായണ സ്മൃതി അതുണ്ടായി. ഈ ചില ആൾക്കാർക്ക് ചില അപകടങ്ങളൊക്കെ കൊടുക്കും ഭഗവാൻ, ചില വിഷമങ്ങളൊക്കെ കൊടുക്കും. അതൊക്കെ എന്തിനു വേണ്ടിയാണെന്നറിയോ? ഈ അഹങ്കാരത്തെ തീർത്ത്, അത്രയ്ക്ക് അഹങ്കാരം ഉണ്ടല്ലേ, എന്നാ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ചില അപകടങ്ങളും വിഷമങ്ങളൊക്കെ വരുത്തുന്നത് ഭക്തന്മാരെ സംബന്ധിച്ചാണെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണ്? ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനം. ശാന്ത്യർത്ഥം, അവർക്ക് ശാന്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദുഃഖത്തെ കൊടുക്കുന്നത് എന്നാണ് കുന്തിദേവി പറഞ്ഞത്. അങ്ങനെയാണ്. എന്താ പറഞ്ഞത്? സുഖം വരുമ്പോഴേ ഈശ്വര സ്മരണ കുറഞ്ഞു വരുന്നു, അതുകൊണ്ട് അടിയന് ദുഃഖം തന്നെ വേണമെന്ന് പറഞ്ഞില്ലേ? ഇത് ദുഃഖം കൊടുത്തത് എന്തിനാണ്? ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും സാധിക്കില്ല. ഇത് ഗജേന്ദ്രൻ പിടിച്ചത് അനേക കാലമായിരുന്നു എന്നാണ് പറയുന്നത്. അതെന്തോ പ്രത്യേകതയുണ്ട് കേട്ടോ, ഇല്ലേ? അതുകൊണ്ടല്ലേ ഈ കഥ ഇവിടെ പറഞ്ഞത്, സപ്താഹയജ്ഞത്തിൽ എന്നല്ല ഭാഗവതത്തിൽ പറഞ്ഞത്. തുൽസേവായ വൈഭവൽ ദുർനിരോധം യുദ്ധ്യന്തം വത്സരാണം സഹസ്രം പ്രാപ്തേ കാലേ ത്വൽപദൈകാഗ്രസിദ്ധ്യൈ നക്രാക്രനന്ദം ഹത്തിപര്യം വ്യഥാസ്ത്വം. അത് ഇതിൽ കാണുന്നില്ല, നാരായണീയത്തിലായിരിക്കും ചിലപ്പോഴും തോന്നുന്നു, ഓർമ്മയൊന്നുമില്ല അല്ലേ? ഇതിൽ കാണുന്നില്ല, ഞാൻ നോക്കിയിട്ട്. ശരിയല്ലേ? ആ ഒരു ബലത്തിലാണ് പിടിച്ചു നിന്നത്. ഗജേന്ദ്രന് ആ സ്മരണയുണ്ടായി.
മുൻകാലത്ത് ജപിച്ച മന്ത്രങ്ങളും ഉപാസനകളൊക്കെ നമുക്ക് ഇങ്ങനെ ഗുണം കിട്ടും. ഒരു പക്ഷേ ഇങ്ങനെ സപ്താഹത്തിൽ ഇരിക്കാനൊക്കെ സാധിക്കുന്നത്, വായിക്കാൻ സാധിക്കുന്നത്, കേൾക്കാൻ സാധിക്കുന്നത്, പറയാൻ സാധിക്കുന്നത്, ഈ സ്വരൂപം ഇങ്ങനെ ഇവിടെ വന്ന് കാണാൻ സാധിക്കുന്നത് ഏതോ ജന്മത്തിലെ സുകൃതത്തിന്റെ കണിക ബാക്കിയുള്ളത് കൊണ്ടാണ്. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. അല്ലേ? എവിടെയുള്ള ആള് ഇവിടെ വരണമെങ്കിൽ, ഇവിടെ വന്നിട്ട് ഗജേന്ദ്രമോക്ഷം അനുസ്മരിക്കണമെങ്കിൽ അത് ഏതോ പൂർവജന്മത്തിലുള്ളതായിരിക്കാമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കഥയിലൂടെ പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ സ്തുതിച്ചു. സ്തുതിയെക്കുറിച്ചൊന്നും പറയാൻ എനിക്കറിയില്ല, കാരണം ഇത് ബ്രഹ്മസ്തുതിയാണ്. ഇതെന്താ പറയേണ്ടത്? അങ്ങനെ തന്നെ പറയാം, അല്ലേ? ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളതിൻ്റെ വ്യാഖ്യാനം തരാൻ ഞാൻ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അതിന് വ്യാഖ്യാനം വേണോ? അത്യാസന്ന നിലയിൽ കിടക്കുന്ന ആൾക്ക് ഒരു ഗുളിക കൊടുക്കുന്ന സമയത്ത് ഇതെന്താണ്, ഏത് കമ്പനിയാണ്, എങ്ങനെയൊക്കെ ഉണ്ടാക്കി, ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഇതങ്ങ് വെള്ളം ലേശെടുത്ത് ഇതങ്ങ് കഴിക്കൂ, പൊളിച്ചു തരാട്ടോ എന്ന് പറഞ്ഞ് അതും കഴിക്കുമ്പോഴേക്കും അല്ലേ മാറ്റം വന്നില്ലേ? ഇതാണ് മന്ത്രങ്ങളുടെയൊക്കെ ശക്തി. ഇതിന് ഒരുപാട് കുസൃതികളൊന്നും പാടില്ല കേട്ടോ. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, വേണോ? വേണ്ട. അതാണ് ഇപ്പൊ ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഓം നമോ ഭഗവതേ തസ്മൈ യദയദച്ഛിതാത്മകം പുരുഷായ ആദിബീജായ പരേശായാഭിധീമഹി യസ്മിന്നിദം യദശ്ചേദം യേനേദം യയിദം സ്വയം യോസ്മാൽ പരസ്മാച്ച പരസ്തം പ്രപദ്യേ സ്വയംഭുവം. ബ്രഹ്മത്തെക്കുറിച്ചാണ് പ്രാർത്ഥിച്ചത്. ഓം നമോ ഭഗവതേ എന്ന് പറഞ്ഞാൽ അല്ലേ, ആ ഭഗവാനായിരിക്കുന്ന തസ്മയ്യത യഥചിതാത്മകം, അങ്ങനെയുള്ള ആ പരബ്രഹ്മത്തെ ഞാനിത് ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതി തുടങ്ങി. ഈ സ്തുതിക്ക് അതുകൊണ്ടാണ് അർത്ഥം പറയാൻ പറ്റില്ല, പക്ഷെ അർത്ഥങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജന്മമോ കർമ്മമോ നാമമോ രൂപമോ ഗുണമോ ഇല്ലാത്തവനാണെങ്കിലും നാമരൂപേ ഗുണദോഷ ഏവവാ തഥാപി ലോകാപ്യ സംഭവായ സ്വമായയാദാനി അനുകാലമർച്ചതി. ഒന്നും പറയാനില്ല. അങ്ങനെ ഈ ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടി സ്വന്തം മായ കൊണ്ട് അരൂപനാണെങ്കിലും രൂപമില്ലാത്തവനാണെങ്കിലും ബഹുരൂപം ധരിച്ചുകൊണ്ട് പ്രകാശിക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപനായിക്കൊണ്ട് നമസ്കാരം. പരബ്രഹ്മം എങ്ങനെയാണെന്നറിയോ? ബോധമാത്രമാണ്. അതായത് ശുദ്ധ ജ്ഞാനത്തിന്റെ ഒരുതരം ഒഴുക്കാണ്. ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതാ ഇവിടെ ഗജേന്ദ്രമോക്ഷത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറഞ്ഞു തന്നത്. ഇതൊക്കെ അനേകായിരം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെങ്കിൽ ഇതൊക്കെ വെച്ചിട്ടാണ് അരൂപായോ ഒരു രൂപായ നമ ആശ്ചര്യകർമ്മണേ അനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം. വേദങ്ങള് ശതസഹസ്രം ആ സൂത്രങ്ങളിലൂടെ പാടി പുകഴ്ത്തി, എന്നിട്ടും അസ്പഷ്ടം ദൃഷ്ടമാത്രേ, എന്നിട്ടും അസ്പഷ്ടം കണ്ടു എങ്കിൽ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. പിന്നീട് ഒരു ജന്മമില്ല, അല്ലേ? അത്രമാത്രം വിശേഷപ്പെട്ട ആ ബ്രഹ്മതത്വത്തെ കുറിച്ച് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇടമുറിയാത്ത ജ്ഞാനത്തിൻ്റെയും ബോധത്തിൻ്റെയും ഒഴുക്ക് സാന്ദ്ര ആനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം. പറഞ്ഞില്ലേ? അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. അത് പരിചയമുള്ളത് കൊണ്ട് അത് പറഞ്ഞു. നമ ആത്മപ്രദീപായ സാക്ഷിണേ പരമാത്മനേ.
ഇതെന്ത് ചെയ്താൽ മതി എന്നറിയോ? നിത്യേന സാധിക്കുമെങ്കിലും ജപിച്ചു നോക്കുക. അപ്പോഴതിൻ്റെ പ്രഭാവം നമുക്ക് മനസ്സിലാവും. അത്രേ പറയാനുള്ളൂ. ഓട്ടൂര് പറഞ്ഞിട്ടില്ലേ, ഒന്നുണ്ട് നോക്കുക കൃഷ്ണ എന്ന രണ്ടക്ഷരത്തിൻ മധുരം രസജ്ഞേ. അത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്ന് ആസ്വദിച്ച് നോക്കുക, ഒന്ന് കഴിച്ചു നോക്കുക. അതുപോലെ തന്നെയാണ് ഇതിൽ ഇവിടെയും പറയാനുള്ളത്. ഈ ശരീരത്തിൽ ജീവാത്മാവ്, നമ്മുടെ ശരീരത്തിൽ ജീവാത്മാവ് ആരാണത്? ആ പരമാത്മാവ് തന്നെ. ക്ഷേത്രത്തിലോ ക്ഷേത്രജ്ഞനായിട്ടുള്ള കുടികൊള്ളുന്ന ആ ശീലകത്ത് പരിലസിക്കുന്ന ചൈതന്യം, അതാണ് അവിടുത്തെ ചൈതന്യം. അതുപോലെ നമ്മുടെ ഉള്ളിലും. അപ്പോൾ ഈ കാണുന്ന ചുമരുകളോട് കൂടിയിട്ടുള്ള, വാതിലുകളോട് കൂടിയിട്ടുള്ള, വിളക്കുമാടത്തോട് കൂടിയിട്ടുള്ള, നമസ്കാര മണ്ഡപത്തോട് കൂടിയിട്ടുള്ള, ബലിക്കല്ലുകളോട് കൂടിയിട്ടുള്ള ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളാണ് ഈ നമ്മുടെ ശരീരം. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിണേ പുരുഷായ ആത്മമൂലായ മൂലപ്രകൃതയേ നമഃ. ഏത് വേണമെങ്കിലും പറയാം ഇവിടെ. ഇതൊക്കെ പ്രാർത്ഥനകളൊക്കെ തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ, ഈ സ്വന്തം ശരീരത്തെ എങ്ങനെയെങ്കിലും ഈ മുതലയുടെ വായിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് എന്നെ രക്ഷിക്കണം എന്നാണ് തോന്നിയത് ഈ തുടങ്ങുന്ന സമയത്ത്. അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ആരംഭിച്ചത് അല്ലേ? നമ്മളൊക്കെ പറയാറില്ലേ, എന്നെ രക്ഷിക്കണേ, എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ മാത്രം ഗുരുവായൂരപ്പ എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഇല്ലേ. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ശരീരത്തെ രക്ഷിക്കുക എന്നുള്ള ബോധം നഷ്ടപ്പെട്ടു. ഇതെപ്പോഴായാലും നശിക്കുന്നതാണ്. പക്ഷെ ഈ ശരീരത്തിലുള്ള ആത്മചൈതന്യം ഉണ്ടല്ലോ, ക്ഷേത്രജ്ഞനായിട്ട് കുടികൊള്ളുന്നു, അതിനെ രക്ഷിക്കണം എന്നാണ്, അതിനെ അവിടുത്തെ പാദത്തിലെത്തിക്കണം എന്നുള്ള നിലക്ക് പ്രാർത്ഥന ഉയർന്നു വന്നു. അതാണ് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായാലും നമ്മൾ പൂജയിലും ഹോമത്തിലും സൽക്കർമ്മങ്ങളിലും യജ്ഞത്തിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ക്രമേണ അതെന്തായിട്ട് മാറും? ഉയർന്നുയർന്നു വന്ന് ആ നമ്മുടെ ജീവനെ ഉയർത്താനുള്ള അവസരത്തിലേക്ക് എത്തും എന്ന് ഇവിടെ പറഞ്ഞു തരുന്നു. അതെങ്ങനെയെന്നറിയോ? പ്രാപഞ്ചിക വിഷയങ്ങൾ ഒന്നും ആഗ്രഹിക്കാതെ കണ്ട്, നമുക്കൊന്നും വേണ്ട, ഈ ഭൗതികത്തിലുള്ളതൊന്നും വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട്, സ്വത്ത് വേണ്ട, സമ്പത്ത് വേണ്ട എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കോടാനുകോടി ഒക്കെ വില പിടിക്കുന്ന ആസ്തികളൊക്കെ ഇട്ടെറിഞ്ഞുകൊണ്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാർ ഹിമാലയത്തിനുള്ളിലേക്കാണ് പോയത് അല്ലേ? അറിയില്ല ഇതൊക്കെ? നമ്മുടെ പൂർവികര് ഋഷീശ്വരന്മാരൊക്കെ ഇതൊക്കെ ഉണ്ടായവരാണ്. അവർക്കിതൊന്നും ഒരു നാടോ അല്ലെങ്കിൽ ഒരു രാജ്യമോ കിട്ടണമെങ്കിൽ എന്ന് പ്രയാസമില്ല. പക്ഷെ അവര് ഉപേക്ഷിച്ചു. വേദവ്യാസന് നമ്മുടെ ഭാരതം ഭരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഉണ്ടോ? ഇല്ല. പക്ഷെ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി. എല്ലാം ഉണ്ടായിട്ടും എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയവരാണ് നമ്മുടെ ഋഷീശ്വരന്മാര്. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? മംഗളകരങ്ങളും അത്യത്ഭുതങ്ങളുമായ ഭഗവാന്റെ ദിവ്യ ചരിത്രങ്ങൾ പാടിപ്പാടി ഏകാന്തത്തിൽ കഴിയുന്നതിലും കേവമായിട്ടുള്ള ഒരു സുഖമൊന്നും ഈ പ്രപഞ്ചത്തിൽ കിട്ടുന്നില്ല എന്ന് ചിന്തിച്ചു പോയവരില്ലേ, അവരുടെ പദത്തിലേക്ക് എന്നെ കൂടി ഉയർത്തേണമേ എന്നാണ് ഗജേന്ദ്രന്റെ പ്രാർത്ഥന. ഒറ്റ ശ്ലോകം മതി അതൊക്കെ. ഏകാന്തിനോ യസ്യ നഗഞ്ജനാർത്ഥം വാഞ്ചന്തിയേ വൈ ഭഗവൽ പ്രപന്നാഃ അത്യത്ഭുതം തച്ചരിതം സുമംഗളം ഗായന്ത ആനന്ദ സമുദ്രമഗ്നാഃ. ആനന്ദസാഗരത്തിൽ ആറാടുന്ന അവരുടെ അവസ്ഥയിലേക്ക് അടിയങ്ങളെ ഉയർത്തേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ദാ ഓരോരോ ശ്ലോകങ്ങളിലും സൃഷ്ടി അങ്ങാണ്, സ്രഷ്ടാവ് അങ്ങാണ്, സൃഷ്ടിക്കുള്ള സാമഗ്രിയായത് അങ്ങാണ്, മായ അങ്ങാണ്, മായയെ കൊണ്ട് വിനോദം ചെയ്യുന്ന ആള് അല്ലേ? മായാ വിനോദനും നീയല്ലേ? നീ എന്നൊക്കെ പറയാം കേട്ടോ, ഭഗവാനെ എങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ? ഭഗവാനും ഭഗവതി അമ്മയൊക്കെ എന്ത് പറയാം? നീ എന്ന് പറയാം. മറ്റു നാട്ടിൽ പോയിട്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ പറയണ്ട കേട്ടോ. നിങ്ങൾ എന്ന് വിളിക്കുക, താങ്കൾ എന്നൊക്കെ വിളിക്കേണ്ടി വരും. പറയാൻ പറ്റുന്ന ഒരാള് ഭഗവാനാണ്. പിന്നെ ആളും തരമൊക്കെ നോക്കിയിട്ട് പറയുന്നത് പോലെ പറഞ്ഞോളാം. കൊടുങ്ങല്ലൂരിൽ പോയി കഴിഞ്ഞാൽ പറയുന്നത് പോലെയല്ല കൊല്ലൂരിൽ പറയാം
ആ കൊല്ലൂരിൽ ഒരുപാട് ആൾ വരും. എന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ ഞാൻ കണ്ടത് അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് പോകുന്നത്. അമ്മയുടെ ദേവിയുടെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് സൂപ്പറായിട്ടുണ്ട്, അലങ്കാരമൊക്കെ സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇപ്പോഴും അല്ലേ. ഇങ്ങനെയായിട്ട് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു എന്താപ്പം നല്ല തൊപ്പിയൊക്കെ ഇട്ട് വന്ന് കുറച്ച് സമയം കണ്ട് ഒക്കെ ആയി ഒക്കെ പറഞ്ഞു പോകുന്ന കാലഘട്ടത്തിലേക്ക് നമ്മളെ ആളുകൾ മാറിയെങ്കിൽ ഇവിടെ അനുസ്മരിക്കണം. ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. കൊടുങ്ങല്ലൂർ പോയിട്ട് അങ്ങനെ പറയരുത് കേട്ടോ, അതൊരു ഗുണമുണ്ട്. പിന്നെ കണ്ണൻ്റെ ഭജന കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ വടകരയിൽ പോയപ്പോൾ ഒരു ഭജന കേട്ടിട്ടുണ്ട്. കണ്ണാ വാവാ അല്ലേ, ചിരിതൂകിക്കളിയാടി വാവാ കണ്ണാ, എൻ ഗുരുവായൂരമ്പാടി കണ്ണാ വാവാ. പിന്നെ അങ്ങനെ പാടി വന്നപ്പോ വാടാ കണ്ണാ കള്ളക്കണ്ണാ വാടാ, കണ്ണാ വാടാ കള്ളക്കണ്ണാ വാടാ, കള്ളക്കണ്ണാ വാടാ വാടാ കണ്ണാ വാടാ എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. ഇദ്ദേഹം ഇങ്ങനെ മോഹാത്സ്യപ്പെട്ട് വീണു, വീണ്ടും ആദ്യം ചിരിച്ചു. അത് എഴുതിയ ആളുടെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ അത് ആരോ പറ്റിച്ചിട്ടാണ് CD ആക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു എന്നോട്. അദ്ദേഹം കുറേ സപ്താഹത്തിന് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ, എന്തും വിളിക്കാൻ പറ്റുന്ന ഒരു മൂർത്തി ഇതല്ലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇതുപോലെ ഏറ്റുമാനൂരിൽ പോയിട്ട് പറഞ്ഞാൽ വിവരം കിട്ടില്ലേ, കട്ട സാധനത്തിൻ്റെ വിവരം നമുക്ക് അറിഞ്ഞില്ലേ. അതുകൊണ്ട് ഓരോ മൂർത്തിക്കും ഓരോ ഭാവമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വില്ലുമംഗലം ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന വെണ്ണകള്ള കോണൊടുക്കാത്തവനെ നിനക്കു നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ധ്യാനിച്ചിട്ടുള്ളത്. ഇവിടെയും പറഞ്ഞു തരുന്നത് ആളും തരവും ഒക്കെ നോക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ വേണം. എല്ലായിടത്തും ഒരുപോലെ പറയാനോ പാടാനോ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീയല്ലോ മായയും മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും, ആഴമേറും മഹസം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ശ്രീനാരായണ ഗുരുസ്വാമി ഇല്ലേ, ഇതിൻ്റെ താല്പര്യം തന്നെയാണ് മലയാളത്തിൽ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഭാഗവതം തന്നെയാണ് സകലത്തിനും അടിസ്ഥാനം അർത്ഥം. ഉറപ്പായില്ലേത്? ഇതാ ഈ ഗജേന്ദ്ര മോക്ഷത്തിലൂടെ മനസ്സിലാക്കി തന്നു. ഇനിയും പ്രാർത്ഥനയുണ്ട്. ഈ കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് വിഷമാണ്, ഒന്ന് കേട്ടോളൂ വെറുതെ. അതായത് ഇതാണോ ഭഗവാൻ? അല്ല. ആ ശ്രീലകത്ത് ശോഭിക്കുന്നതാണോ ഭഗവാൻ? അല്ല. നേതി പരബ്രഹ്മം ഇതാണോ? അല്ലല്ല. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളാണോ? അല്ല. പുരുഷന്മാരാണോ? അല്ല. കുട്ടിയാണോ? അല്ല. ഈ കൊടയാണോ? അല്ല. വിളക്ക് അല്ല. വിഗ്രഹം അല്ല. പുഷ്പം അല്ല. മാല അല്ല. പിന്നെന്താ ഇത് പറയുന്നത്? ഇതൊന്നും അല്ല ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് നിഷേധിച്ചു കൊണ്ടേയിരിക്കുക. അവസാനം എന്താണോ ബാക്കി വരുന്നത്? നിഷേധശേഷോ ജയദാദശേഷ. അങ്ങനെ നേതി എന്ന് പറഞ്ഞിട്ട് നിഷേധിച്ച് അവസാനം ബാക്കി വരുന്നത് മനസ്സിലായോ? ശ്രമിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? പ്രയാസാണ് കേട്ടോ. പരബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പ്രയാസാണെന്ന് മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത്. പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, കുറേ ആൾ നിർത്തി, എന്നിട്ട് ഇതാണോ നിന്റെ ഭർത്താവ് എന്ന് ചോദിച്ചു. ഇതാണോ ചോദിച്ചു. അല്ല. ഇതാണോ? അല്ല. ഇതാണോ? അല്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം നിഷേധിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരാൾ ബാക്കിയായിട്ടുണ്ട്. ഇതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നും മിണ്ടുന്നില്ല. അതാണ് മനസ്സിലായില്ലേ? ഇപ്പോഴും ഇത് തന്നെയാണ്, അതാണ് പരബ്രഹ്മം എന്ന് നമ്മൾ തിരിച്ചറിയാൻ ബോധപ്പെടും. പക്ഷെ പരബ്രഹ്മത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ ആളുകൾ വരുമോ? തിരിച്ചു വരുമോ? ഇല്ല. എന്തുകൊണ്ടാ? അതിനാണ് പറഞ്ഞത് ആ മഹസ്സിൽ ലയിച്ചു ചേർന്ന്. ഉപ്പുപാവയെ സമുദ്രത്തിന്റെ ആഴമളക്കാൻ പറഞ്ഞേക്കുന്നത് പോലെ, ചരടിൽ കെട്ടി താഴ്ത്തുന്ന പോലെ തിരിച്ചു വരുമ്പോഴേക്കുന്നത് ആ ഉപ്പുപാവ അലിഞ്ഞിട്ടുണ്ടാവില്ലേ? ഇതുപോലെയാണ് പരബ്രഹ്മത്തെ മനസ്സിലാക്കുക എന്നുള്ളത് പ്രയാസകരമാണ് എന്ന് പറയുന്നു. ഇവിടെ ഇതൊക്കെ പറയുമ്പോൾ കുറേ സമയം വേണം, ജപിക്കുമ്പോഴധികം സമയം വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിയുന്നതേ ഉള്ളൂ. ഗജേന്ദ്രനും അങ്ങനെയാണ്. ഇത് സ്തുതിച്ചങ്ങനെ തുടർച്ചയായിട്ട് സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും കണ്ണ് പോലും അടയാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇനി തിരിച്ചില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അവിടെയാണ് നായം വേദസ്വമാത്മാനം യച്ഛത്യാഹം ധിയാഹതം തം ദുരത്യയമാഹാത്മ്യം ഭഗവന്തവിദോ
നതോസ്മ്യഹം. ആ ദുരത്യ മഹാത്മാവായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗജേന്ദ്രന്റെ സ്തുതി അങ്ങോട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി പിന്നെ സ്തുതിക്കാനാവുന്നില്ല. ആ സമയത്താണ് ഭഗവാന് തോന്നി, ബ്രഹ്മാദി ദേവന്മാരൊക്കെ ഉണ്ടല്ലോ, ദേവന്മാര് ബ്രഹ്മാവ് ഒക്കെ ഉണ്ട്, പക്ഷെ അവർക്കൊന്നും കഴിവില്ലാഞ്ഞിട്ടല്ല, അവർക്ക് രക്ഷിക്കേണ്ടുന്ന സമയം കഴിഞ്ഞു. ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, കുറേ ദിവസം ഞങ്ങളൊക്കെ പരിശ്രമിച്ചു, വലിയ വലിയ ആൾക്കാർ വന്നു നോക്കി, പരിശോധനയെല്ലാം കഴിഞ്ഞ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു, ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, അല്ലെങ്കിൽ വീട്ടിലേക്ക് നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന്. ഇവിടുന്ന് വലിയ ഹോസ്പിറ്റലിൽ കേട്ടിട്ടില്ലേ പറയുന്നത്? അവർക്കൊന്നും സാധിക്കാത്തൊരവസ്ഥ വരുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാരൊക്കെയും വിട്ടുപിരിയൊന്നൊരാ ദുഃഖവേളയിൽ. അവസാന നിമിഷത്തിൽ അങ്ങനെ ഒരു അവസ്ഥ എത്തി. ഭാര്യയോ ഭർത്താവോ മക്കളോ സമ്പത്തോ ധീരപരാക്രമഭാവങ്ങളോ അന്തകനെത്തുമ്പോൾ ജീവനെ രക്ഷിക്കാൻ അന്ത്യത്തിലെത്തില്ല തീർച്ച തന്നെ. ഉറപ്പാണെന്ന് അവിടെ ഉറപ്പിക്കുന്നതാണ്. ഇവർക്ക് ആർക്കും സാധിക്കാത്തൊരവസ്ഥ വന്നു. ഇവിടെ പറയുന്നത് എന്താ അറിയോ? ബ്രഹ്മദേവന് പോലും ഒന്നും പറ്റില്ല, മഹാദേവന് പോലും പറ്റില്ല. അവരും പറഞ്ഞു, കുറച്ച് നാളുകൾ മുമ്പാണെങ്കിൽ ഞങ്ങൾ ഗജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു, ഈ സമയത്ത് ചെയ്യാൻ ഞങ്ങൾക്കൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ അവർ പോലും ഈ വിളി കേട്ടിട്ടൊന്നും മിണ്ടാതിരിക്കുന്ന സമയത്താണ് ഏവം ഗജേന്ദ്രമുപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധലിംഗപിതാഭിമാനാ നൈതേയതോപസൃർനിഖിലാത്മകത്വൽ തത്രാഖിലാമരമയോ ഹരി ആവിരാസീൽ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ബ്രഹ്മാദിദേവന്മാര് പോലും മാറി നിന്ന സമയത്ത് സർവാത്മാത്വം ഭൂരികാരുണ്യവേഗാൽ താർച്യാരൂഢ പ്രേക്ഷിതോ ഭൂപുരസ്ഥാൽ. പെട്ടെന്ന് ഗരുഡാരൂഢനായിട്ട് ആര് വന്നു? ഇവിടെ ആ ചക്രപാണിയായിട്ടുള്ള ഭഗവാൻ ഇവിടെ വന്നു. മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അതാ ഗജേന്ദ്രന്റെ കണ്ണ് അടയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തുമ്പിക്കൈയുടെ അറ്റം മാത്രമേ ഉള്ളൂ. അടഞ്ഞുകൊണ്ടിരിക്കുന്ന നേത്രത്തിലേക്ക് ഒരു നീലപ്രകാശം സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനിൽ നിന്നും ബഹിർഗമിച്ച ആ പ്രകാശം തന്നെ കേട്ടോ കണ്ണിലേക്ക് വന്നത് കൊണ്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് കണ്ണ് തുറക്കാൻ സാധിച്ചു. അത്രയും സാധിച്ചില്ലേ? നേത്രം എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. കണ്ണിലേക്കത് ആവേശിപ്പിക്കുക. അതുകൊണ്ടാണ് ദീപാരാധന സമയത്ത് തൊഴുതിട്ട് കണ്ണിങ്ങനെ തുറന്നു നിൽക്കണം, ഇമ പൂട്ടാതെ എന്ന്. നമ്മളെന്താ ചെയ്യുക? തുറക്കുന്നവരെ, അമ്പലം തുറക്കുന്ന നട തുറക്കുന്നത് വരെ അങ്ങനെയൊക്കെ ആയി അല്ലേ? തുറന്നു കഴിഞ്ഞാൽ അയ്യോ എനിക്കിത് കാണണ്ട എന്നുള്ള നിലക്ക് കണ്ണും കിടക്കും. പിന്നെ എല്ലാം കഴിഞ്ഞ് കർപ്പൂരം വരും, ശരി, അതിനാണോ ഇതിങ്ങനെ കാണിച്ചു തരുന്നത്? അല്ല. പക്ഷെ എങ്ങനെ ദർശനം നടത്തണം എന്ന് പോലും അറിയില്ല. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് നമുക്ക് അങ്ങ് ആസ്വദിക്കാം. നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധ അംബോധിപൂരേ രമേരൻ. ആസ്വദിപ്പിക്കുക. ആദ്യം നേത്രത്തിലാണ് കൊടുത്തത് കേട്ടോ. ആലോചിച്ച് നോക്കൂ. ആ ദിവ്യ ചൈതന്യം നേത്രത്തിലേക്ക് വന്നതോടുകൂടിയിട്ട് തുറന്നു കിട്ടി. പിന്നെ എല്ലാം അല്ലേ തുറന്നിങ്ങനെ വന്നപ്പോൾ ഒരു ഊർജം കിട്ടിയതുപോലെ തോന്നി. നമുക്കതാണ് ഇതങ്ങനെ അല്ല, ഒന്ന് പെട്ടെന്നൊന്ന് ഭഗവാനെ കണ്ടാൽ. അതുകൊണ്ടാണ് കണ്ണ് തുറന്നിട്ട് ഒരു വർഷത്തിൽ ആദ്യം കാണുന്നത് കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുണ്ട്, വിഷു എന്ന് പറഞ്ഞിട്ട് ഇല്ലേ? ഇവിടെ അങ്ങനെ ഒരു ദിവസം ഉണ്ടായിരുന്നു. അന്നാണ് ഞാനിവിടെ വന്നത്. ഇനി കഴിഞ്ഞിട്ടാണ് അടുത്ത വിഷു. അതെപ്പോഴെന്നുള്ളത് ഇന്നും തീരുമാനമായിട്ടില്ല. 14-നാണോ 15-നാണോ എന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഞാൻ അവിടെ പോയിട്ട് തീരുമാനമാക്കണം. അതാണ് പ്രശ്നക്കാരൻ. മനസ്സിലായില്ലേ?
ഏതായാലും ആ ദിവസം എന്തിനാണെന്നറിയോ, ഇതുപോലെ എന്നും നമുക്ക് കാണാൻ സാധിക്കണം. ആദ്യമായിട്ട് അതിനാണ് വീട്ടിൽ ഫോട്ടോ വെക്കുന്നത്. പക്ഷെ എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ, ഇന്നലെ ഒരാൾ വന്ന് ചോദിച്ചത്, ഫോട്ടോ വീട്ടിൽ വെച്ചാൽ ദോഷമല്ലേ തിരുമേനി? ഓടക്കുഴലിന് കൃഷ്ണന് ഓടക്കുഴൽ വെച്ചാൽ ദോഷമായതുകൊണ്ടാണ് അത്രേ അതിന് കയ്യിലൊന്നും ഇല്ലാതിരുന്നത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 10 രൂപയൊക്കെ കൃഷ്ണൻ ഊതിക്കളയുന്നു, പണം ഊതിക്കളയുന്നു. നമ്മുടെ തെറ്റിദ്ധാരണകൾ ഇത് ഇവരെയാണ് ഹിന്ദുക്കൾ എന്ന് പറയണോ അല്ല വേറെ ആദ്യത്തെ അക്ഷരം മാറ്റണോ എന്നുള്ള സംശയമാണ് അല്ലേ? എന്തെങ്കിലും ആ ഒരു അവസ്ഥ. കാരണം നമുക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് മുന്നിൽ വെക്കുക ഗുരുവായൂരപ്പനെ വീട്ടിന്റെ മുന്നിൽ. ഇന്നലെ പറഞ്ഞില്ലേ, ശംഖ് ചക്ര ഗദാപത്മങ്ങളോടുകൂടിയ ഭഗവാനെ മുന്നിൽ വെക്കുക. എന്തിനാണെന്ന് പറയോ, അവിടുന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരുന്നവർ, ഇവിടുന്ന് വരുന്നവരൊക്കെ ഇത് കാണട്ടെ, അല്ലാത്തവരും കാണട്ടെ എന്ന്. പ്രധാനം ഈ വീട്ടിന്റെ ഐശ്വര്യം ഭഗവാനാണെന്നുള്ള ചിന്തയിൽ നമ്മൾ കണി കാണുക എന്നുള്ളതാണ് വേണ്ടത്. അത് തന്നെയാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇത് നിസ്സാരമല്ല, ഒരു ശ്ലോകത്തിന്റെ ചെറിയൊരു ഭാഗമാണ്. ആ കണ്ണിലേക്ക് ദിവ്യപ്രകാശം വന്നതോടുകൂടി ഊർജ്ജം എങ്ങനെ കിട്ടിയപ്പോഴാണ് ആ ശ്രീഹരി എങ്ങനെ കണ്ടു, ചക്രവാണിയായിട്ടുള്ള ഭഗവാനെ എങ്ങനെ കണ്ടു. കണ്ടതോട് കൂടിയിട്ട് എന്തെന്നില്ലാത്തൊരു ഉത്സാഹം തോന്നി. ഇദ്ദേഹത്തിന്റെ കണ്ണ് വെള്ളത്തിന്റെ മുകളിലല്ലേ ഉള്ളത്, അവിടെ എവിടെ എവിടെ ഇങ്ങനെ മൊട്ടുകളുണ്ട്, താമര മൊട്ടുകളുണ്ട്. ആ താമര മൊട്ടുകൾ പ്രഭാതത്തിലുള്ളതായത് കൊണ്ടായിരിക്കാം ചിലപ്പോഴും താമര മൊട്ടുകളായത്. കുറച്ച് കഴിഞ്ഞാൽ അത് സൂര്യൻ ഉദിച്ച് വരുമ്പോഴും വിടരുകയും ചെയ്യും. ആ താമര മൊട്ടുകൾ ഒന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. കൃത്സറാൽ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ നീട്ടി ഭഗവാന് സമർപ്പിക്കുക. കണ്ടേ, ഭഗവാനെ കണ്ടപ്പോഴെന്താണ്, ഭഗവാൻ അവതരിച്ചപ്പോഴെന്താണ് കൊടുക്കേണ്ടതെന്നുള്ള ഭാവത്തില് സ്വന്തസരസ്വരുബലേന ഗൃഹീത ആർത്തോ ദൃഷ്ട്വാ ഹരിം ക ഉപാത്തചക്രം ഉൽക്ഷിപ്യ സാംബുജകരം ഗിരമാഹ കൃത്സ്രാൽ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ, സകലത്തിനും ഗുരുവായിരിക്കുന്ന നാരായണ, അവിടത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ താമര സമർപ്പിച്ചു. ഭഗവാൻ സ്വീകരിച്ചു. വെറുതെയുള്ള താമരയല്ല ഇത്, തൻ്റെ ഹൃദയം തന്നെ ആ തുമ്പിക്കൈ കൊണ്ട് ഭഗവാന് സങ്കല്പമാകുന്ന പങ്കജം തന്നെ അല്ലേ, നമ്മളങ്ങനെ പറയാറുണ്ട് സങ്കല്പം. അത് ഹൃദയ സങ്കല്പമായ ഹൃദയ പുഷ്പമായി, ഹൃദയത്തിനൊരു താമരയായിട്ട് നല്ല ബന്ധമുണ്ടെന്നാണ് ധ്യാനയോഗത്തിൽ പറയുന്നത്. അത് തന്നെ അങ്ങോട്ട് സമർപ്പിച്ചതോട് കൂടിയിട്ട് കുറച്ച് മുകളിലാണ് ഭഗവാൻ. ഇത് അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഗരുഡൻ എന്താ മുകളിൽ നിൽക്കുന്നത്? ഗരുഡൻ ഇദ്ദേഹം മുകളിൽ നിന്നാലേ ഭഗവാൻ ഇത് കാണുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. പക്ഷെ ഭഗവാന് തോന്നുന്നത് അതല്ല. ഈ ഗരുഡന് പോലും വേഗം കുറഞ്ഞോ എന്ന് തോന്നിയിട്ടോ എന്ന് ചിന്തിക്കുന്ന തരത്തിൽ പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് ഈ തുമ്പിക്കൈ പിടിച്ച് വലിച്ചു. കരയിലേക്ക് വലിച്ചാലല്ലേ നല്ലതാവുക. അങ്ങ് ഒരു വലിയ അങ്ങോട്ട് വലിച്ചതോടുകൂടി തം വീക്ഷ പീഡിതമജസഹസാവതീര്യ സഗ്രാഹമാശു സരസകൃപയോ ജഹാര ഗ്രാഹാത് വിപാടിത മുഖാത് അരിണാഗജേന്ദ്രം സമ്പശ്യതാം ഹരി അമൂജതുശ്രയാണം. പെട്ടെന്ന് ചാടിയിറങ്ങിയ ഭഗവാൻ ഈ പുഷ്പം സമർപ്പിച്ച തുമ്പിക്കൈയൊന്ന് പിടിച്ചു വലിച്ചു. ഈ ഗജേന്ദ്രൻ എത്ര നാള് നോക്കി, അതിനു മുമ്പേ സുഹൃത്തുക്കളും നോക്കി, കുട്ടികളും പിടിച്ചു വലിച്ചു നോക്കി, എന്നിട്ടൊന്നും സാധിച്ചില്ല. ഭഗവാൻ ഒന്നങ്ങനെ പിടിച്ചപ്പോൾ ഒരു വരവാണ് വന്നത്. മാത്രല്ല എന്താ പറയേണ്ടതെന്നറിയോ, ആ രക്തം കുടിച്ച് വേർത്ത മുതലയും കൂടി കടിച്ച കാൽ അങ്ങനെ ഒപ്പങ്ങ് വരികയാണ് ചെയ്തത്. ഇപ്പോൾ വെറുതെ അല്ല ഞാനിത് കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ഈ ചക്രം ഉണ്ടല്ലോ അതങ്ങ് തൊടുത്തു വിട്ടു കഴുത്തിന് നേരെ മുതലയുടെ. എന്തിനാണെന്നറിയോ, അപ്പോഴേക്കിത് മെല്ലെ വാപിളർന്നു. ഗജേന്ദ്രോ മോചിതോ ഗ്രഹാൽ. ഭഗവാൻ ഇതാ മോചിപ്പിച്ചിരിക്കുന്നു. കുറച്ച് സമയം കേട്ടോ. ഈ സമയത്ത് ദേവർഷി ഗന്ധർവന്മാരൊക്കെ മുകളിൽ നിന്നും പുഷ്പവൃഷ്ടി നടത്തി. മുജുക്കുസുമ ആസാരം, ധാരാളം പുഷ്പവൃഷ്ടി നടത്തുകയാണ് അവിടെ. ഈ പുഷ്പവൃഷ്ടി കഴിഞ്ഞപ്പോഴേക്കും ഗജേന്ദ്രൻ എങ്ങനെയാണെന്നറിയോ, 4 കൈകളോടുകൂടി പീതാംബരപ്പെട്ടുടുത്ത് പീതവാസ ചതുർഭുജ, ചതുർഭുജനായിട്ട് പീതാംബരപ്പെട്ടുടുത്തിട്ട് ഈ വിഷ്ണുവിനെ പോലെ തന്നെ
സാരൂപ്യം എന്നാ പറയേണ്ടത്, അതേ രൂപത്തിലാണുള്ളത്. സാരൂപ്യം കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നെ പോലെ ആക്കി എന്നർത്ഥം. ഭഗവാൻ ഇങ്ങനെ പറയാണ്, ഞാനും അങ്ങും ഇനി ഭേദഭാവന ഇല്ലാട്ടോ എന്നുള്ള നിലക്ക്. എന്നാൽ എല്ലാവരെയും ആക്കുമോ? ഈ മുതലയാക്കിയോ? ഇല്ല. ഈ മുതല വേറൊരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹം തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? അതാണ് ഇവിടെയും പറഞ്ഞത്. പിന്നെ പേര് ഇതൊക്കെ ഈ കഥ ഇങ്ങനെയാ പറയുന്നത്. എനിക്ക് പിന്നെ ഉള്ളതുപോലെ പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഇതൊക്കെ ആദ്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം പറയാൻ പറ്റില്ല. അപ്പോഴാണ് പറയുന്നത്, ഈ ഗജേന്ദ്രനായത് മുൻ ജന്മത്തിൽ ഇദ്ദേഹം ഉണ്ടല്ലോ, ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാതിരാജ തുൽഭക്താത്മാചന്ദനാദ്രോഗതാജിൽ തുൽസേവായ മഗ്നധീരാലു ലോകെ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. ആരായിരുന്നു? വിഷ്ണുവ്രത തൽപരനായിട്ട് പാണ്ഡ്യരാജാവായിരുന്നു. പാണ്ഡ്യരാജാവ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ അറിയണം, എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവണം. പാണ്ഡ്യേജ വംശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണപരം ദേവം ശാസ്താരം പ്രണമാമ്യഹം പറയുന്നില്ലേ? അപ്പോ എവിടെയാണ് പാണ്ഡ്യരാജ്യം എന്ന് മനസ്സിലായില്ലേ? അന്ന് ആ പാണ്ഡ്യരാജ്യം തന്നെയാണ്. അപ്പൊ ഇത് സംഭവം നടന്ന സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാവുമല്ലോ? മനസ്സിലാവണം. അതിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പർവ്വതത്തിൽ തന്നെയാണ് ഈ ഇദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രദ്യുമ്നൻ, കുംഭസംഭവന്റെ ശിഷ്യനായിട്ടല്ലേ. അതാരാ? അഗസ്ത്യ മഹർഷിയെ കുറിച്ച് ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നാരായണ നാമത്തിൻ്റെയൊക്കെ മുടിചൂടാൻ മന്നനായിട്ട് ഇന്നലെ നമ്മൾ സ്മരിച്ചതാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യനാവാനുള്ള യോഗം കിട്ടിയ ഒരു രാജാവിന് അദ്ദേഹം കഴിഞ്ഞു രാജ്യത്തിലൊന്നും താല്പര്യമില്ലാതെ ഏതാണ്ട് ഒരു അംബരീഷനെ പോലെ, അങ്ങനെ പറയാം നമുക്ക്, വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നാരായണ നാമം ജപിച്ചുകൊണ്ടും സഹസ്രനാമം ഒന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ടും ആ വ്രതത്തിൽ തീവ്രത വന്നുകൊണ്ടും കഴിഞ്ഞുകൂടുന്ന സമയത്ത് കണ്ണടച്ചിരിക്കുമ്പോഴാണ് ഗുരുനാഥൻ വന്നത്. കണ്ടില്ല, ശപിച്ചു. ഇതൊക്കെ കഥയിലാണ് കേട്ടോ, കഥയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ സത്യത്തിൽ എന്താ ഉണ്ടായത്? മഹാന്മാരങ്ങനെ ഈ ഗുരുനാഥൻ ഇങ്ങനെ ശപിക്കുമോ? ഇല്ല. അപ്പൊ എന്തിനായിരിക്കും? ശാപവും അനുഗ്രഹവും വിഷ്ണു ഭക്തന്മാർക്ക് ഒരുപോലെയാണ്. ക്വ ശാപ ക്വ അനുഗ്രഹ എന്നാണ്. രണ്ടും ഈശ്വര ലീലയായിട്ട് കണക്കിലെടുക്കും. സുഖവും ദുഃഖവും, രാവും പകലും, ചൂടും തണുപ്പും, കുന്നും കുഴിയും, ഇരുട്ടും വെളിച്ചവും, ജന്മവും മരണവും ദ്വന്ദ്വാൻ ഈശ്വരലീലയാ. അങ്ങനെ കണക്കാക്കുന്നവരാണ് ഇവര്. ശപിച്ചു. സ്തബ്ധാത്മാസ്ത്വം ഹസ്തിഭൂയം ഭജേതി. സ്തബ്ധാത്മാവായി അങ്ങ് ആനയായിട്ട് പിറക്കട്ടെ. പക്ഷെ ശാപമോക്ഷം ആപന്ന സംസൃതിയും അല്ലേ പറഞ്ഞു. എന്താ? ആനയായാലും കാട്ടുമൃഗമായാലും ആത്മസ്മൃതി അല്ലേ, അതുണ്ടാവല് പ്രയാസമാണ്. എല്ലാവർക്കും ഉണ്ടാവുമോ? കിട്ടില്ല. പൂർവ്വജന്മത്തിലുള്ള കാര്യമൊക്കെ ഓർമ്മിക്കാൻ പറ്റുമോ? എളുപ്പമുണ്ടല്ലോ എങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും അതൊക്കെ ഓർമ്മിക്കാനുള്ള വേറെ എന്തെങ്കിലും ഉപകരണങ്ങളുണ്ടെങ്കിൽ എളുപ്പമുണ്ട്. ഇല്ല. അങ്ങനെ ആ ആത്മസ്മൃതി ഉണ്ടായതോടു കൂടിയിട്ടാണ് ശ്രീഹരിയെ അർച്ചിക്കാൻ ഇടവരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അനുഗ്രഹം ഇവിടെ സഫലമായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര എത്ര താമരപ്പൊയ്കയിൽ പോയിട്ടുണ്ട്. ഇവിടെ പോയപ്പോഴല്ലേ മുതല പിടിച്ചത്? എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിന്റെ കാലിൽ പിടിക്കാൻ വേണ്ടി മുതല എത്രയോ കാലം ഇവിടെ കാത്തു നിന്നു എന്നാ പറയുന്നത്. അങ്ങനെ ഈ ശാപത്തിന്റെ ഫലമായിട്ട് ആനയായി തീർന്നു. ഇതെന്താ അങ്ങനെയെന്ന് ചോദിക്കാറുണ്ട്. ചോദിച്ചാൽ മറുപടി ഉണ്ട്. എന്താണെന്നറിയോ? ഇനി ഈ ജന്മത്തിലുള്ള ആയുസ്സുകൾ മുഴുവൻ അങ്ങനെ കഴിഞ്ഞിട്ട്, കാലം കുറെ കഴിഞ്ഞിട്ട് മരിച്ച് വീണ്ടും ഒരു ജന്മം എടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് വൈകും മോക്ഷം കിട്ടാൻ. അത് പാടില്ല. പെട്ടെന്ന് മോക്ഷം കൊടുക്കണം. അത്രയും യോഗ്യനാണെന്ന് ഗുരുനാഥൻ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോഴത്തന്നെ ആനയാവട്ടെ എന്ന് ശപിച്ചത്. വേറൊന്നുമില്ല. അപ്പൊ ഇദ്ദേഹം മിടുക്കനായി എന്ന് പറഞ്ഞില്ല, ഒരു ചെറുപ്പക്കാരനാന്ന് പറഞ്ഞല്ലോ. എന്തിനാ? അദ്ദേഹത്തിന്റെ പേരാണ് ഹൂ ഹൂ എന്നുള്ള പേര്. ഹൂഹു കേട്ടിട്ടില്ലേ? ചില കുട്ടികൾക്കൊക്കെ നല്ലതാണ്. അല്ല, അങ്ങനെ ചില ആൾക്കുണ്ടാവും ഈ ഈശ്വരന്റെ പേരിട്ട ദോഷാണെന്ന് ആരെങ്കിലും പ്രശ്നക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലത് ഇതാണ്. ഹൂ ഹൂ, ഹാ ഹാ, ഹി ഹി, ഹേ ഹേ, ഹൈ ഹൈ, ഹോ ഹോ. ഇങ്ങനെ ഗന്ധർവന്മാർക്ക് പേരിടുക. രണ്ടക്ഷരം ഇടുള്ളൂ എന്ന് മാത്രമല്ല, അത് ഒരക്ഷരം ആവർത്തിച്ച് വരണം എന്ന് അവരുടെ തറവാട്ടിന്റെ നിയമമാണ്. അതുകൊണ്ടാണ് ഹൂ ഹൂ സ്ഥാവൽ ദേവലസ്യാഭിശാപാൽ ഗ്രാഹീഭൂത തജ്ജലേ വർത്തമാന. കിടന്നു അവിടെ അനേക കാലം. എത്രയോ ആനകൾ വന്നിട്ടുണ്ടാവും, ഇല്ല എന്നും പറയുന്നില്ല. പക്ഷേ ആ പാദം നോക്കും. ഇതല്ല, എനിക്ക് പിടിക്കേണ്ട പാദം വന്നാൽ പിടിക്കും, പിടിച്ചാൽ ഞാൻ വിടൂല്ല എന്ന് വിചാരിച്ച് കിടന്നു മുതല ഈ ഗന്ധർവൻ. കിടക്കാനിട വന്നത് എന്താണെന്ന് പിന്നെ ഇതിലുള്ള അധ്യായത്തിൽ പറഞ്ഞു.
വേറൊന്നുമില്ല, ഈ സന്യാസിമാർ, ആത്മാർത്ഥമായിട്ട് ഈശ്വരഭജനം നടത്തുന്ന സന്യാസിമാർ, ശുദ്ധ സന്യാസിമാർ എന്ന് പറയേണ്ട ആവശ്യം ഒന്നും ഇവിടെ അല്ലാത്തവർ ധാരാളം ഉള്ളത് കൊണ്ട്. അങ്ങനെയുള്ള യോഗീശ്വരന്മാരൊക്കെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിക്കും. അവർക്ക് സമയം അറിയാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. ഏകദേശം നോക്കിയിട്ട്, നിലാവ് നോക്കിയിട്ട് എഴുന്നേറ്റ് പോയ സമയത്ത് സമയം കുറേ നേരത്തെ ആയിപ്പോയി, അങ്ങനെയൊന്നും ഇറങ്ങാൻ പാടില്ല എന്നാണ്. അവർക്കതൊന്നും വിഷയമല്ലല്ലോ. ഗന്ധർവ യാമത്തിലോ മറ്റാണ് സരസിലേക്ക് വന്നത്. ഇറങ്ങി, വെള്ളത്തിലിറങ്ങി കുളിച്ച് ഇങ്ങനെ ഇല്ലേ, അത്രയേ ഉള്ളൂ. ആ വെള്ളത്തിൽ തന്നെ നിന്നുകൊണ്ട് ജടയൊക്കെ ഒന്ന് പിഴിഞ്ഞ് കെട്ടണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഗന്ധർവന്റെ വരവ്. ആരുടെ? ഹൂഹുവിൻ്റെ. അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് തമാശ തോന്നി, ഇദ്ദേഹത്തെ ഒന്ന് കളിയാക്കാം, ഒന്ന് പേടിപ്പിക്കണം, അത്രേ വേണ്ടു എന്ന് വിചാരിച്ച് വെള്ളത്തിലൂടെ മുങ്ങി വന്നിട്ട് ഇദ്ദേഹത്തിന്റെ കാല് പിടിച്ച് നഖം കൊണ്ടൊന്ന് അമർത്തി. പഴയ കാലമാണ്, ഈ തടാകത്തിലും പുഴയിലൊക്കെ മുതലയുള്ള കാലല്ലേ. പേടിച്ചു കേട്ടോ. മുതലയാണെന്ന് വിചാരിച്ച് പേടിച്ച് കരയിലേക്ക് വന്നിട്ട് വേഗം സ്ഥലം വിടാന്ന് വിചാരിച്ചപ്പോൾ മറുഭാഗത്തുനിന്ന് ഇദ്ദേഹം കളിയാക്കിയതല്ലേ, ഇദ്ദേഹം കൈകൊട്ടി ഹാ ഹാ എന്ന് ചിരിച്ചു. ഈ ഹോ ഹോ, ഞാൻ പറ്റിച്ചെന്നുള്ള ഭാവത്തിൽ. അപ്പോൾ കണ്ണു തുറന്നു. ഓ നീയായിരുന്നോ? ഞാൻ വിചാരിച്ചൊരു മുതലയാണെന്ന് വിചാരിച്ചു. എന്നാൽ എൻ്റെ വിചാരം ഞാൻ തെറ്റിക്കുന്നില്ല, നീ ഒരു മുതലയായി പോകട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ മുതലയായിട്ട് അവിടെ കിടന്നു. പിന്നെ എഴുന്നേറ്റിട്ടില്ല. എപ്പോഴാണ് എഴുന്നേറ്റത്? മെല്ലെ ഇങ്ങനെ നോക്കിയിട്ട് ഈ കുറേ ആനകൾ വന്നു. അവരൊക്കെ കയറിപ്പോയപ്പോൾ ഇത് പിടിക്കാന്ന് വിചാരിച്ചിട്ട് പിൻകാലിന്മേൽ കടിച്ചാൻ മുതല കടിവിടാണ്ട് ആയിരത്താണ്ടുഴന്നാൻ. പിന്നെ വിട്ടിട്ടില്ല. മോക്ഷത്തിലേക്ക് എത്തി. ഈ പർവ്വതം ശ്രേഷ്ഠമാണ്, ഇവിടെയുള്ള വൃക്ഷങ്ങൾ ശ്രേഷ്ഠമാണ്, തടാകം ശ്രേഷ്ഠമാണ്, ഗിരികന്ധര കാനനങ്ങളൊക്കെ ശ്രേഷ്ഠമാണ്. എൻ്റെ പരമഭക്തന്റെ അദ്ദേഹം ഓടി നടന്ന കാനനങ്ങൾ പോലും നിങ്ങൾ രാവിലെ സ്മരിച്ചാൽ ശ്രേഷ്ഠമാണെന്ന് ഭഗവാൻ ഫലശ്രുതി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഗജേന്ദ്ര മോക്ഷം സ്മരിക്കണം. നിങ്ങൾ എന്നെ സ്മരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊന്ന് സ്മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ജീവിതത്തിന്റെ അന്ത്യത്തിൽ അവിടെയാണ് വീണ്ടും ഒരു പ്രഭാതം, വീണ്ടും ഒരു ജന്മം വരേണ്ടത്. അതുപോലെ രാത്രി കഴിയുന്ന സമയത്ത് അവിടെയാണല്ലോ പ്രഭാതം. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? എന്നെ സ്മരിക്കുക എന്നല്ല, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഗജേന്ദ്രനെയും ഗിരികന്ധര കാനനങ്ങളെയും സ്മരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെയും കൂടെ അതിൽ സ്മരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അങ്ങനെ സ്മരിച്ചാൽ വിശേഷമാണെന്ന് പറഞ്ഞു. ഇതോടുകൂടിയിട്ട് ആ കഥയും അവിടെ കഴിഞ്ഞോ? ഇല്ല, ബാക്കിയുണ്ട്. ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ല. ഗജേന്ദ്രനെ കൊണ്ടുപോകേണ്ടത് ഇപ്പോൾ എവിടെയാണോ? പീതവാസ ചതുർഭുജ 4 കൈകളോടുകൂടിയിട്ടുള്ള ഗജേന്ദ്രൻ എവിടെയുണ്ട്? ഗന്ധർവനെ യാത്രയാക്കുകയേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് പോകണ്ടേ എന്ന് ചോദിച്ചു. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആനന്ദ സാഗരത്തിൽ ആറാടി നിൽക്കുന്ന സമയത്ത് കയ്യൊന്ന് ഉയർത്തിയതോട് കൂടിയിട്ട് ഇതാ ഒരു എന്താ വന്നത്? രഥം വന്നില്ല. രഥം വന്നെങ്കിൽ 2 പേർക്ക് ഒരുമിച്ച് പോകാമായിരുന്നു. ഇതെന്താ വന്നത്? ഒരു ഗരുഡനും കൂടി വരികയാണ് ചെയ്തത്. ആ ഗരുഡന്റെ പുറത്ത് പിടിച്ച് കയറ്റി 2 പേരും ഒരുപോലെയായി. 2 ദാർക്ഷ്യന്മാറിയിലേറി 2 പേരുമോപ്പം അല്ലലെന്നെ പരസ്പരം സല്ലപിച്ചും കൊണ്ട്. അങ്ങനെ ഇവര് പക്ഷപാത സമഘോഷ പക്ഷപാത നാട്യം. വാഴകുന്നം അദ്ദേഹം പറയുമ്പോഴങ്ങനെ പല പ്രത്യേകതകളുണ്ടാവും. ഈ പക്ഷപാതം എന്ന് പറഞ്ഞു അല്ലേ? സാമഘോഷം, ഗരുഡന്റെ ചിറകടി സാമഭേദമാണെന്നും കൂടിയാണ് അർത്ഥം. എന്നിട്ട് പക്ഷപാത നോട്ടമുണ്ട്, നേരെയല്ല നോക്കുന്നത്, ഇങ്ങനെ നോക്കൂ ഭഗവാൻ. എന്തിനാ? എൻ്റെ ഭക്തൻ എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം. ഇദ്ദേഹമാണെങ്കിൽ ഇങ്ങനെ നോക്കൂ, എനിക്കെൻ്റെ ഭഗവാനെ കാണണം. അങ്ങനെ ഇരുന്നിട്ടാണ് പോകുന്നത്. 2 ദാർക്ഷ്യന്മാറിയിലേറി 2 പേരുമോപ്പം നീലവർണ്ണം ചേർന്ന വാനിൽ ചേലയറ്റി ഇല്ലേ? അങ്ങനെ അങ്ങനെ പോവുകയാണ്. പിന്നെ അവിടെ ലയിച്ചു ചേർന്നു. എൻ മനസ്സും കവർന്നോരാ ചിന്മയന്മാർ പോയി. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി, രക്ഷിക്കണേ കൃഷ്ണ എന്നിങ്ങനെ കാഴ്ച നമുക്ക് തുലിക ചിത്രമായിട്ട് പറഞ്ഞു തന്ന ആ മഹാത്മാവാണ് ആര്?
വാഴകുന്നം തിരുമേനിയൊക്കെ കേട്ടോ. കദളീഗിരി ധരണി സുരഭണിതം ബഹുഫലതം എന്നാ പറയുന്നത്. കദളീഗിരി വാഴ കുന്നം അല്ലേ. അങ്ങനെയുള്ള മഹാത്മാക്കളൊക്കെയാണ് ഭാഗവതം ലോകത്തിൽ ഭൂലോക വൈകുണ്ഠത്തിൽ വെച്ച് ഉപദേശിച്ചത്. പിന്നെ അവരുടെയൊക്കെ പുറം തൊട്ടുകൊണ്ടാണ് നമ്മളിപ്പോഴിരിക്കുന്നത്. ചില അങ്ങനെ ഉണ്ടല്ലോ, മഹാത്മാക്കളൊക്കെ പുറം തൊട്ട് പിറകിൽ നിന്നിട്ട് അവരെ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ പുറം തൊടുന്നത് പോലെയുള്ളൂ നമുക്കൊക്കെ യോഗ്യത. എങ്കിലും അതൊന്ന് അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തെ കൂടി അനുസ്മരിക്കാനാണ് ഈ രണ്ടുപേരും കൂടി ചൊല്ലുന്നത് എന്നർത്ഥം. അങ്ങനെ വിശേഷമായിട്ട് ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്ന ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ഈ കഥാഭാഗം സാധിക്കുന്നവരൊക്കെ നിത്യേന ഒന്ന് അനുസ്മരിക്കുക എന്ന് ഉള്ള ഫലശ്രുതിയാണ് ഇവിടെ ചുരുക്കി പറയാനുള്ളത്. സാധിക്കുന്നവരും യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാനങ്ങനെ നിർബന്ധിക്കാറുമില്ല. അവനവന് വേണമെങ്കിൽ മാത്രം ചൊല്ലിയാൽ മതി, അത്രയല്ലേ പറയേണ്ടത്. നിർബന്ധിക്കില്ല. പക്ഷെ ഒന്ന് സൂചിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? ആർക്കെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു സപ്താഹ യജ്ഞത്തിൽ ഇങ്ങനെ എന്തോ കഥ പറയുന്ന സമയത്ത് അദ്ദേഹം അന്നാണ് വന്നത്. എന്തിനാ വന്നതെന്നറിയോ? അദ്ദേഹത്തിൻ്റെ വക അന്ന് അന്നദാനം എന്തോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കമ്മിറ്റിക്കാർ നിർബന്ധിച്ചിട്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നു ഒരു 12 മണിയാകുമ്പോൾ വന്നാൽ നമുക്ക് ഭക്ഷണം നിങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോകണം പ്രസാദമായിട്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അദ്ദേഹത്തിന് എന്തോ 12 മണിക്ക് പോയാലേ ഭക്ഷണം ആവുള്ളൂ, അപ്പോഴേക്ക് പോകാമെന്ന് വിചാരിച്ചൊരു 12 മണിക്ക് അപ്പോഴാണ് ഞാൻ കഥ പറയാൻ തുടങ്ങിയത്. 1 മണിക്കൂർ മുമ്പേ പാരായണം കഴിഞ്ഞിട്ട്. അത് ഭാഗ്യമായി. അദ്ദേഹത്തിന് തിരക്കുണ്ട്, ബിസിനസ്സും തിരക്കൊക്കെ ഉള്ളവർക്ക് അങ്ങനെയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം കഥ മുഴുവൻ കേട്ടു. നിർത്തിയത് 1:35 കേട്ടോ. അതങ്ങനെയാണ്, എന്തോ അങ്ങനെ വന്നുപോയി. അത് മുഴുവൻ കേട്ടു. അപ്പം ഇതിനിടയിൽ മറ്റവർക്ക് വിഷമായി. കാരണം ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ, വലിയതെന്തോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു എനിക്കങ്ങനത്തെ ഒരു പരിപാടിയല്ല, ഞാൻ പരിസരം ബോധം എനിക്ക് നഷ്ടപ്പെട്ടു. എങ്ങനെ മനസ്സിലായി എന്നറിയോ? എല്ലാവർക്കും ഉച്ചക്ക് പ്രസാദം കൊടുത്തിട്ട് ഞാൻ ഇറങ്ങുമ്പോഴവിടെ കാണാൻ അവിടെ വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ടേണിംഗ് പോയിൻ്റായി എന്നാണ് പറഞ്ഞത്, വഴിത്തിരിവായി. എങ്ങനെയെന്ന് വെച്ചാൽ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ പയ്യന്നൂരിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയിട്ട് എന്തോ വരുന്നുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞു. വീട്ടിലേക്കൊന്നും എനിക്ക് പോകാൻ സമയമില്ല, റോഡിലൊന്ന് നിർത്തി. ഞാനിവിടെ വഴിയിലുണ്ട് എന്ന് പറഞ്ഞു. ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. റോഡിലല്ലേ നമ്മളിങ്ങനെ റോഡിലൊക്കെ ഇറങ്ങിയിട്ട് റോഡിൽ ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹം മറ്റൊന്നും നോക്കില്ല. ഒരുപാട് ആളുകളുണ്ട്. ഇദ്ദേഹം അവിടെ ബിസിനസ്സുകാരനാണ്. എന്താണെന്ന് എനിക്കറിയില്ല. കയ്യിൽ കുറച്ച് സാധനമുണ്ട്, മുല്ലപ്പൂവാണ്. ഇതെടുത്തിട്ട് ഞാൻ ചെരുപ്പോട് കൂടിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഇദ്ദേഹത്തെ ജസ്റ്റ് കാണാം അല്ലേ പറഞ്ഞത് കൊണ്ടെന്ന് വിചാരിച്ചത്. ഇതെൻ്റെ കാലിലിട്ടിട്ട് അവിടെ നമസ്കരിക്കുകയാണ്. മണ്ണിൽ ചെളിയുള്ള സമയത്താണ്, കർക്കിടക മാസത്തിലാണ് നമസ്കരിക്കുന്നു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ 6 കൊല്ലമായി താങ്കളുടെ ഒരു സപ്താഹത്തിൽ പങ്കെടുത്തിട്ട് ഇന്നും ഞാൻ രാവിലെ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. 18 തവണ കൃഷ്ണായ വാസുദേവായ ഞാൻ ജപിക്കാറുണ്ട്. അപ്പോഴദ്ദേഹം 6-ാം ദിവസമായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുചേലവൃത്തം കഴിഞ്ഞതുകൊണ്ട് അന്ന് 1:35 അന്ന് ഇത് കേട്ടപ്പോൾ അന്നെന്തോ പറഞ്ഞില്ലേ, ഇങ്ങനെ ചെയ്താൽ നല്ലതാണെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇന്നും ചെയ്യുന്നു. പുഷ്പം എടുത്തിട്ട് ഈ 18 തവണ ഇത് ചൊല്ലി അർച്ചിക്കുന്നാണ് പറഞ്ഞത്. അതിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ കാണണമെന്ന് പറഞ്ഞാണ്. ഇപ്പോൾ അങ്ങ് വരില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതും എടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ടുള്ള അനുഭവം എനിക്കൊരിക്കലും ഉണ്ടായി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. ഓരോരുടെ അതിനാണ് ഇത് പറയുന്നത്. ഒരു ജീവനെ ഉദ്ധരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ സാഫല്യമെന്നു ഞാൻ കൈവരിച്ചു ഇല്ലേ, അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഗജേന്ദ്രമോക്ഷത്തിലൂടെ. അതുകൊണ്ട് എന്താ പറയാനുള്ളതെന്നറിയോ? ഭാഗവതം നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുക വിശേഷമാണ്. കുറച്ച് പൈസ ചെലവുണ്ടാവും. എത്ര? ഒരു ഡോക്ടറെ അടുത്ത് ഞാൻ പോകുമ്പോൾ 500 രൂപയാണ് ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. 500 അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇനി മറ്റന്നാൾ വന്നപ്പോഴും 500 അത്രയൊക്കെ പറയുന്നുള്ളൂ. പിന്നീട് ഇവിടെ വന്നിട്ട് വേണോ, അല്ല പരിശോധിച്ചിട്ട് വരണോ, അല്ല ഇവിടെ വന്നിട്ട് പരിശോധിക്കാൻ പോയാൽ മതി, അപ്പോഴും 500 അത്രേ വേണ്ടു. അധികമൊന്നും മണിക്കില്ല അദ്ദേഹം. ഭാഗവതത്തിന് ഗുരുവായൂരിൽ പോയപ്പോൾ 2 വോളിയത്തിന് 1300-ലധികം പേജുള്ള മനോഹരമായ ഭാഗവതത്തിന് 300 രൂപയുള്ളൂ. അത് ജീവിതത്തിലേക്ക് എന്നേക്കുമായി ഇല്ലേ? ഇതിനാണ് നമ്മൾക്ക് ബുദ്ധിമുട്ടെങ്കിലും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കുടുംബത്തിലുണ്ടായ തന്നെ ഐശ്വര്യമാണ്. പ്രശ്നം വെക്കാൻ അധികം പോകരുത് ഇതിൻ്റെ കാര്യത്തിൽ.
പ്രശ്നം വെച്ച് ചോദിച്ചാൽ പറയും, നിങ്ങൾ ഭാഗവതം വീട്ടിൽ വെച്ചാൽ അത് നിത്യേന വായിക്കണം, നിത്യേന സപ്താഹത്തിന് പോകണം, അല്ലെങ്കിൽ ദോഷമാണെന്നൊക്കെ പറയും. അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ, വെറും വിഡിത്താണ്. അത് ഉണ്ടാവുക എന്നുള്ളത് തന്നെ ശ്രേഷ്ഠമാണ്. ഇനി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഗിരി പബ്ലിക്കേഷൻസിൻ്റെ വാങ്ങിച്ചാലും മതി. ഈ നാട്ടിൽ അങ്ങനെയാണ്, എനിക്ക് വിരോധമൊന്നുമില്ല. ഇതല്ലെങ്കിൽ നിങ്ങൾ ചെറിയ കാശിന് 80 രൂപക്ക് ഹരിദ്വാറിനടുത്ത് ഗീതാ പ്രസിൻ്റെ ഗോരഖ്പൂരിൻ്റെ ഒക്കെ ഭാഗവതമുണ്ട്, സംസ്കൃതക്കാർക്ക് അത് മതി, വാങ്ങിക്കുക. അതിൽ നിന്ന് ഇതൊന്ന് വായിച്ചു നോക്കുക. മുഴുവൻ വായിക്കാൻ പറ്റില്ലെങ്കിലും ഈ ഗജേന്ദ്ര മോക്ഷത്തിലെ ഒരധ്യായം വായിച്ചാൽ സ്തുതിയായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതായി, ആ ഗുരു അഖില ഗുരു എന്നുള്ള വിളിയായി മോക്ഷം കൊടുക്കുന്നതുമായി 33 ശ്ലോകങ്ങളുള്ള 3-ാമത്തെ അധ്യായം അഷ്ടമസ്കന്ധത്തിൽ നിന്ന് വായിക്കുക. ഇനി അതും പറ്റാത്തവരുണ്ടെങ്കിൽ വേറൊരു കാര്യം, 3 മിനിറ്റ് ചെലവഴിക്കാൻ പറ്റുമെങ്കിൽ, ഒരു 15 രൂപയും ചെലവഴിക്കാൻ പറ്റുമെങ്കിൽ നാരായണീയത്തിലെ 26-ാമത്തെ ദശകം എടുത്തിട്ട് ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാതിരാജ ത്വൽഭക്താത്മാ ചന്ദനദ്രോഗതാജിൽ വേഗം വായിച്ചോളൂ. ത്വൽസേവായാമഗ്ധീരാലുലോകേന അഗസ്ത്യപ്രാപ്തമാദിത്യകാമ. ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ ദോശയും ചായയും പലഹാരമൊക്കെ ആകണ്ടേ? വേഗം വായിച്ചോളൂ, 2.5 മിനിറ്റ് മതി ഈ 10 ശ്ലോകത്തിന്. ഇതും സാധിക്കാത്തവർക്ക് 1/2 മിനിറ്റ് കൊണ്ടൊരു സൂത്രമുണ്ട്, വേണമെങ്കിൽ അതും പ്രയോഗിക്കാം, വയ്യാന്നുണ്ടെങ്കിൽ. എന്താണത്? കുംഭീന്ദ്രൻ പോയി ത്രികൂടാജല സരസി മുതാ പണ്ടഗസ്ത്യസ്യ ശാപാൽ പിൻകാലിന്മേൽ കടിച്ചാൻ മുതല കടി വിടാണ്ട് 1000 അന്നേരം പോന്നു വന്നു മുരരിപുകരുടാരൂഢനായി ധ്യാനശക്തിയ നക്രം ചക്രേണ കൊന്ന് ആ കരിവരനഥ സായുജ്യമേകി മുകുന്ദൻ എന്ന് ജപിച്ചാലും മതി. ഇത്രയും സമയം എടുക്കണ്ട കേട്ടോ, ചെറിയ സമയം കൊണ്ടൊന്ന് സ്മരിക്കുക. കുളിക്കാൻ പറ്റാത്തവരുണ്ടാവില്ല ചില വിഷമങ്ങൾ കൊണ്ട്, അവർ കാലും മുഖം കഴുകി ഭസ്മം തൊട്ട് ജപിക്കാൻ പറ്റുന്ന ശ്ലോകമാണിത്, ഗജേന്ദ്രമോക്ഷം. എന്തുകൊണ്ട്? വെള്ളത്തിൽ വെച്ച് ഗജേന്ദ്രൻ ജപിച്ചത് കൊണ്ട് തന്നെ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഗജേന്ദ്രമോക്ഷം സമർപ്പിക്കാം. സമയം കുറച്ച് വൈകി, 10 മിനിറ്റ് 8 മിനിറ്റ് കൊണ്ട് പറയേണ്ടുന്ന ആനയുടെയും മുതലയുടെയും കഥയാണ്. ഓരോരുത്തരും ഗജേന്ദ്രന്മാരാവുകയാണ് ഇവിടെ ചെയ്യുന്നത്, നമ്മളത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് അനുഭവിക്കുന്നതാണ് ഭാഗവതം, അല്ലേ? അത് ഏറ്റെടുക്കുക. വാമനമൂർത്തിയുടെ അവതാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ പ്രാർത്ഥനയായിട്ടല്ലേ. വാമനമൂർത്തി മഹാബലിയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വാമനാവതാരം. വിഷ്ണുവിനെ പോലെ ശംഖചക്ര ഗദാപത്മങ്ങളോട് കൂടിയിട്ട് തിരുവോണ സുദിനത്തില്, ദ്വാദശി എന്ന പുണ്യസുദിനത്തില്, വിജയ എന്നുള്ള വിശേഷപ്പെട്ട മുഹൂർത്തത്തില് അതിഥി കശ്യപന്മാരുടെ പുത്രനായിട്ട് അവതരിച്ചു എന്നുള്ളതാണ്. വാമനാവതാരം മിഥം വിരിഞ്ചസ്തുത കർമ്മവീര്യ പ്രാദുർബഭൂവ അമൃതഭൂരദിത്യം ചതുർഭുജ ശങ്ക. 4 കൈകൾ ഇപ്പൊ പറയുമ്പോൾ കൃഷ്ണാവതാരം വൈകുന്നേരം പറയേണ്ടത് കൊണ്ട് അതിനപ്പുറം പറയുന്നില്ല എന്ന് മാത്രം. അതേ ഭാവത്തോടു കൂടിയിട്ട് അവതരിക്കുന്ന വാമനാവതാരം. ഇവിടെയാണ് മഹാബലിയുടെ ചരിത്രം വിശേഷമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ പ്രമാണമൊന്നും ഞാൻ ചൊല്ലുന്നൊന്നുമില്ല. പ്രമാണം ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്ന് വായിക്കേണ്ടത് ഒരുപാട് ഭാഗം ഉച്ചയ്ക്ക് മുമ്പേ ആവണം. ഉച്ചയ്ക്ക് മുമ്പ് ഇന്നലെ പറഞ്ഞില്ലേ, ഇടിച്ചു പിഴിഞ്ഞ പായസം അത് കൊടുക്കേണ്ട ആള് ശ്രീരാമേന്ദ്ര സ്വാമിയാണ്, രാമാവതാരം ആവണം. അതാവില്ല. എന്ത് ചെയ്യുന്നറിയോ? ഇതെല്ലാം ഒന്നെന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് പായസം ഉച്ചക്ക് മുമ്പേ കൊടുക്കും, എന്നാലേ മറ്റുള്ളവർക്ക് ഗുണം കിട്ടുള്ളൂ. അവതാരം പിന്നീട് വായിക്കും. ശ്രീരാമൻ വരുമ്പോൾ കുറച്ച് മലരും പഴമായിട്ട് പോവുകയും ചെയ്യും. സാധാരണ ഇങ്ങനെയാണ് സപ്താഹത്തിൽ. പിന്നെ നമ്മളായിട്ട് തെറ്റിക്കുന്നില്ല, അതുപോലെ പോട്ടെ. കാരണം വൈകുന്നേരത്തേക്ക് ഇന്ന് വിട്ടുവീഴ്ചയില്ല. ഇന്നലെ സപ്തമം മുഴുവൻ പൂരിപ്പിക്കണം, തീർക്കണം. മിനിയാന്ന് വേറെ ഭാഗം എത്തണം, അല്ലേ? അത് എത്തിയിരുന്നു, ഭാഗ്യത്തിന് കൃത്യമായിട്ട് എത്തി. ഇന്നലെ നമ്മൾ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. കാരണം തൽക്കാലത്തെ ഈ പരിതസ്ഥിതിയിൽ ഇടവേളയൊക്കെ കഴിഞ്ഞൊരു സപ്താഹം നടത്തും. നരസിംഹമൂർത്തി ഇന്നലെ ഇവിടെ സാന്നിധ്യം വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം അവിടെ കുറച്ച് ഭാഗം ബാക്കി വെച്ചു. ഇന്ന് ബാക്കി വെച്ചാൽ കൃഷ്ണാവതാരം നാളെയാവുള്ളൂ, അങ്ങനെ പതിവില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് 12 മണിയായാലും കൃഷ്ണാവതാരം വേണമെന്നല്ലേ? അല്ല, അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഭദ്രകാളി സന്ധ്യക്ക് വന്നു. ഇല്ല, സന്ധ്യക്കല്ല ഭദ്രകാളി ശരിക്ക് വന്നത് കേട്ടോ. ജഡഭരതനെ രക്ഷിക്കാൻ അർദ്ധരാത്രിക്ക് നിശീത സമയത്താണ്, നിശീത എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ആ 12 മണി വരെ നമുക്ക് പറ്റില്ല. നമ്മളൊക്കെ 6 മണിക്കും ഒക്കെ എത്തേണ്ടവരായതുകൊണ്ട് കുറച്ചൊരു, അത് എന്തിനാന്ന് വേറൊന്നുമല്ല, ഈ ഭഗവാനെ നമ്മൾ കാത്തിരിക്കണോ അല്ല നമ്മളെ ഭഗവാൻ കാത്തിരിക്കണോ എന്നൊരു സംശയം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ഭഗവാനെ പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കും, അല്ലെങ്കിൽ ഞാനങ്ങ് പോകുമെന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണോ ഈശ്വരന്റെ മുമ്പിൽ വേണ്ടത്? ഇതന്നെയാണോ കലാപരിപാടിക്ക് പോകുമ്പോഴുണ്ടാവുക? അല്ല. ഒരു അസുഖം വന്നു, അടിയന്തര ഘട്ടമാണെന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ പോകുമ്പോൾ 2:15 വെളുപ്പാങ്കാലത്ത് കാറ് വരുന്നു, ആളെ വിളിച്ചുണർത്തുന്നു, പോകുന്നില്ലേ നമ്മൾ? അത് വിചാരിക്കുക. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്, അങ്ങനെ വിചാരിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്നലെയും വൈകിപ്പോയി, സന്ധ്യയായി അല്ലേ? നരസിംഹമൂർത്തി വന്നത് ഇന്നലെ കൃത്യസമയത്താണ്. നേരിട്ട് ഇവിടെ അത് പറയുന്നില്ല, ആ കാര്യം പറയുന്നില്ല, ഇന്നലെ ഉണ്ടായ സംഭവം പറയുന്നില്ല, അനുഭവമല്ലേ പറയാനുള്ളൂ. അത് നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണിച്ചു തന്നു ആ കൃത്യസമയത്ത്. കൃഷ്ണാവതാരവും കൃത്യസമയത്ത് കാണിച്ചു തരുന്നില്ല, പക്ഷെ ഭഗവാൻ സങ്കല്പിക്കുന്ന സമയത്ത് നമുക്ക് കാണാം. കൃത്യസമയം എന്ന് പറഞ്ഞാൽ എത്രയാവണം? 12 മണിയാവണം. അതുവരെ പറ്റില്ലല്ലോ. അത് അഷ്ടമി 1 മണിക്കൊക്കെ അങ്ങനെ പതിവ്. നമുക്ക് പരമാവധി നേരത്തെ, അതുകൊണ്ട് എപ്പോഴായാലും കുഴപ്പമൊന്നുമില്ല, നേരത്തെ ആവണം എന്നുള്ള പ്രാർത്ഥന വേണം. പാൽപ്പായസത്തിന്റെ ബുക്കിംഗ് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞിരുന്നു 11 മണി വരെയാണ്. ഇനി വേണമെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഉച്ചക്കുള്ള ഇടവേളയിൽ അത്യാവശ്യക്കാർ വേണമെങ്കിൽ ചോദിച്ചോളൂ, സാധിക്കുമോ എന്നുള്ളത് ചോദിച്ചോളൂ. ബാക്കി കാര്യങ്ങളൊക്കെ വൈകുന്നേരമാണ് ചെയ്യേണ്ടത്. വഴിപാടുകൾ ഒക്കെ ചെയ്ത് നമുക്ക് ഭംഗിയാക്കാം. ഭഗവാന്റെ വാമന അവതാര ലീലകൾ ഇനി നമുക്ക് അങ്ങോട്ട് വർണ്ണിച്ച്, മത്സ്യാവതാരം, അംബരീഷ ചരിതം ഒക്കെ വേണമെന്നാണ്, പക്ഷെ നമുക്ക് സാധിക്കുന്നതിനനുസരിച്ച് വായിച്ച് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പേ സമർപ്പിക്കാം. ഒരു 10 മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയാൽ സജ്ജനങ്ങൾ അതൊക്കെ എന്താണ് നന്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മൾക്ക് അങ്ങനെ ഒരു സമ്പ്രദായമാണ് ആയിപ്പോയത്. ഇത് ഈ ചില ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചില സപ്താഹത്തിനൊക്കെ പണ്ട് കാലത്ത് 92-ലല്ല 80-90 ഇടയിലൊക്കെ ഗുരുവായൂരിലൊക്കെ പോകുന്ന സമയത്ത് ചില സ്വാമിമാരുടെയൊക്കെ സപ്താഹത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 4 മണിയായി അദ്ദേഹത്തിന്റെ വാച്ചിൽ. 4 മണിയാകുമ്പോഴും ഒരു അധ്യായത്തിലെ ഒരു 13ാമത്തെ ശ്ലോകത്തിന്റെ ഒരു വരി ചൊല്ലിയപ്പോൾ 4 മണിയായി. നമുക്കിവിടെ നിർത്താം. എന്താണെന്നറിയോ, അദ്ദേഹം സമയം 4 മണിക്ക് നിർത്തും എന്ന് പറഞ്ഞു. അത്ര കൃത്യനിഷ്ഠയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് പഠിപ്പിച്ചത് എന്താണെന്നറിയോ, കൊട്ടിയൂര് എന്ന് പറയുന്ന മഹാശിവക്ഷേത്രത്തില് ദക്ഷിണകാശിയില് ഭാഗവതം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നു ആര്? മഹാദേവൻ. ഭാഗവതത്തിന്റെ ഉടമസ്ഥൻ പട്ടേരിയാണ്, കരിഹിഞ്ചൽ പട്ടേരിയാണ്. അദ്ദേഹത്തിന് മറന്നുപോയ സംഭവമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആരും തിരിച്ചു പോകാറില്ല ഉത്സവം കഴിഞ്ഞിട്ട്. ഇദ്ദേഹം പോയി നോക്കുമ്പോൾ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുക ഒരധ്യായം. അത് തീർന്നിട്ട് ചോദിക്കാൻ പാടുള്ളൂ എന്ന് വിചാരിച്ച് ഇദ്ദേഹം തൊഴുതു നിന്ന് 1 കൊല്ലം കഴിഞ്ഞു, വ്യാഖ്യാനിച്ചിട്ട് തീരുന്നില്ല. 62 ശ്ലോകം വായിച്ചിട്ട് അവിടെ നിർത്തിയിട്ട് പറഞ്ഞു ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മതിയാക്കാന്ന് പറഞ്ഞു എന്നാണ്. ഒരാൾ ഒരു ഭാഗവതം ഒരധ്യായം വായിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കഴിയാനുള്ള സന്മനസ്സുണ്ടാകണം, പകുതിക്ക് വെച്ച് നിർത്തരുത് എന്നാണ് അതിൻ്റെ പ്രമാണം. വേണ്ടവർക്ക് വേണ്ടി പറയുന്നതാണ്. അടുത്ത അധ്യായത്തിലെ ഒരു ശ്ലോകം വായിച്ചു വെക്കും, പിറ്റേ ദിവസം ആ ശ്ലോകം മുതൽ വീണ്ടും തുടങ്ങും. ഇങ്ങനെയാണ് സമ്പ്രദായം. ഭാഗവതം മുഴുവൻ കഴിഞ്ഞാൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. സമർപ്പണം തന്നെ. അത് കഴിഞ്ഞാൽ ആദ്യത്തെ ശ്ലോകം ചൊല്ലി വെക്കണം എന്നാണ്. ഇതാണ് എൻ്റെ പ്രമാണം. ഇതൊക്കെ കൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് ലേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നത്. കാരണം ഒരു കഥയാണെങ്കിൽ അത് പൂർത്തീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ കൃത്യസമയം നോക്കിയിട്ട് നിർത്തിയ സ്ഥലങ്ങളുണ്ട്. ഞാൻ 12:30 നിർത്തിയ സ്ഥലമുണ്ട് കൊല്ലത്ത്, മേവനക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്തുകൊണ്ടെന്നറിയോ, അവിടെ പറഞ്ഞിട്ടുണ്ട് തിരുമേനി ഇവിടെ സപ്താഹം നടത്തുന്നതെല്ലാം കൊള്ളാം, 12:30 നിർത്തുന്നില്ലെങ്കിൽ നിങ്ങൾ വടികൊള്ളും ഞാനും വടികൊള്ളും. കാരണം ഇവിടെ കാലാകാലങ്ങളായിട്ട് അങ്ങനെയാണെന്ന്. അപ്പൊ അവരെന്നോട് ചോദിച്ച ചോദ്യം വേറൊന്നുമല്ല, എന്നോടല്ല എന്നെ ഏൽപ്പിച്ച ആളോട് പറഞ്ഞത്, ഈ മറ്റ് ഇതുവരെ വന്ന ആചാര്യന്മാരൊക്കെ വിഡ്ഢികളാണോ എന്നാ ചോദിച്ചത്. ഇയാളെന്താ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഞാൻ ഒന്നുമില്ല, 12:25 പിന്നെ നിർത്താം, അരക്കാണ് നിർത്താൻ പറഞ്ഞു. കാരണം എന്താ, അങ്ങ് വായിച്ചു, അവിടെ നിർത്തി. ഗോവിന്ദ ഗോവിന്ദ. മുറിയിൽ പോയിരുന്നു, റെസ്റ്റ് 2:30 വരെ. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾ വരുമ്പോൾ അവർക്ക് 12:30 തന്നെ ഭക്ഷണം കൊടുക്കുന്ന ഷിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു ഭക്ഷണത്തിന് വേണ്ടിയുള്ള സപ്താഹം ആയിക്കോട്ടെ, സപ്താഹത്തിന് വേണ്ടി ഭക്ഷണം അല്ല എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് കൂടിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നത്. സജ്ജനങ്ങൾ ക്ഷമിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ അടുത്ത ഭാഗം വായിക്കാം വേഗത്തിൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇന്ന് 4ാമത്തെ ദിവസമാണെന്ന് അയ്യപ്പ സ്വാമിക്ക് തോന്നണം കേട്ടോ. കാരണം നമ്മൾ താഴെയാണ്, സ്വാമി മുകളിലാണുള്ളത്.
അവിടെ ഈ വാതിലൊക്കെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ചാരുമൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവിടെ ഇത് തോന്നണം. എന്താണ് തോന്നേണ്ടത്? താഴെ അവർ ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരുടെ എന്താ മനസ്സെന്താണെന്ന് അല്ലേ വേണ്ടേ? വേണം. അതുകൊണ്ട് മറക്കരുത്. 4-ാം ദിവസമാണ് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.